ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എല്ലാവരെയും അടുത്ത സെഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ക്വാണ്ടിറ്റി സർവേയിങ്ങിൻ്റെ അടുത്ത സെഷനാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. സോ കഴിഞ്ഞ സെഷനിൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? കഴിഞ്ഞ സെഷൻ മെയിനായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തത് സോഫ്റ്റ് കോപ്പി ആയിട്ട് ഡ്രോയിങ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഡ്രോയിങ്ങിൽ നിന്ന് നമ്മൾ എങ്ങനെ ക്വാണ്ടിറ്റി എടുക്കും എന്നുള്ളതാണ് ചർച്ച ചെയ്തത്. അതായത് ഓട്ടോ ക്യാഡ് ആയിട്ട് ഒരു ഡ്രോയിങ് കിട്ടുന്നു, ആ ഡ്രോയിങ് വെച്ചിട്ട് എക്സൽ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യുക ക്വാണ്ടിറ്റീസ്. ഓക്കെ, അതായിരുന്നു കഴിഞ്ഞ സെഷനിൽ നമ്മൾ കൺസിഡർ ചെയ്തത് അല്ലേ. പല ഐറ്റംസ് ഓഫ് വർക്ക് നമ്മൾ പഠിച്ചു. എങ്ങനെ കണ്ടുപിടിക്കും, ഡ്രോയിങ് കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ തവണ നോക്കിയതാണ്. അപ്പോൾ ഈ സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അന്ന് നമ്മൾ കണ്ടുപിടിച്ച ക്വാണ്ടിറ്റി. ആ ക്വാണ്ടിറ്റി നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് കണ്ടുപിടിച്ചത്? അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്. എന്നിരുന്നാലും ഒരു മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് എമൗണ്ട് കണ്ടുപിടിക്കുക. അതായത് ഒരു പ്രൊജക്റ്റിന് ചിലവാകുന്ന തുക എത്രത്തോളം ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ഈ ക്വാണ്ടിറ്റി എടുക്കുന്നത് അല്ലേ. സോ ബിടെക് ലെവലിൽ നമ്മൾ പഠിച്ച കാര്യമാണ് എന്ത്? ക്വാണ്ടിറ്റി ഉണ്ട്, റേറ്റ് ഉണ്ട്. ഈ രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ എമൗണ്ട് കണ്ടുപിടിക്കാം അല്ലേ. ക്വാണ്ടിറ്റി, റേറ്റ്, എമൗണ്ട്. ഈ റേറ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് വർക്ക് ചെയ്യാനുള്ള തുക. അതായത് ഇപ്പോൾ ബ്ലോക്ക് വർക്കാണ് എടുക്കുന്നതെങ്കിൽ 1 മീറ്റർ ക്യൂബ് ബ്ലോക്ക് വർക്ക് ചെയ്യാൻ ഉള്ള തുക എത്രയാണ് എന്ന് നമുക്കറിയാമെങ്കിൽ മൊത്തം പ്രൊജക്റ്റിൻ്റെ തുക, ബ്ലോക്ക് വർക്കിൻ്റെ തുക എത്ര ആവുമെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. മൊത്തം ടോട്ടൽ ക്വാണ്ടിറ്റി അറിയാമെങ്കിൽ, ശരിയല്ലേ? സോ ആ രീതിക്കാണ് പോകുന്നത്. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ ക്വാണ്ടിറ്റി, റേറ്റ്, എമൗണ്ട്. സോ ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് ഒരു ഇച്ചിരൂടെ ഇലാബറേറ്റ് ആയിട്ട് ഉള്ള ഒരു ആപ്ലിക്കേഷൻ, അതായത് ഈ ക്വാണ്ടിറ്റി കൊണ്ട് നമുക്ക് ആസ് എ ക്വാണ്ടിറ്റി സർവേയർ നിങ്ങൾ ഭാവിയിൽ ചെയ്യാൻ പോകുന്ന കുറച്ച് ആപ്ലിക്കേഷൻസിനെ കുറിച്ച് പറയാനാണ്. സോ അതിലേക്ക് നമുക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും, സബ് കോൺട്രാക്ടേഴ്സ് പേയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ്. അതായത് ക്വാണ്ടിറ്റി സർവേയർ ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ഡ്യൂട്ടിയാണ് പേയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്നത്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു വലിയ പ്രൊജക്റ്റ് കൺസിഡർ ചെയ്യണം. ഓക്കെ, ഏത് തരം പ്രൊജക്റ്റ് ആണെങ്കിലും ഒരു മെയിൻ 3 പാർട്ടീസ് ആയിരിക്കും: ക്ലയൻറ്റ്, കൺസൾട്ടൻറ്റ്, കോൺട്രാക്ടർ അല്ലേ. കോൺട്രാക്ടറാണ് പണി എക്സിക്യൂട്ട് ചെയ്യുന്നത് അല്ലേ. അതായത് വർക്ക് എക്സിക്യൂട്ട് ചെയ്തിട്ട് ക്ലയൻറ്റിന് എന്താണോ ആവശ്യമുള്ളത് ആ കാര്യം കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് കോൺട്രാക്ടറുടെ ഡ്യൂട്ടിയാണ്. അപ്പോൾ ഒരു വലിയ പ്രൊജക്റ്റൊക്കെ വരുന്ന സമയത്ത് ഇത്രയും വലിയ പ്രൊജക്റ്റ് ടൈം ബൗണ്ടായിട്ട് തീരണമെങ്കിൽ ചിലപ്പോൾ ഒരു കോൺട്രാക്ടറുടെ ലേബർ ഫോഴ്സ് മതിയാവത്തില്ല, അല്ലെങ്കിൽ അത് വൺ ഓഫ് ദ റീസൺസ് ആണ്. അപ്പോൾ വലിയ പ്രൊജക്റ്റൊക്കെ ഹാൻഡിൽ ചെയ്യാൻ മെയിൻ കോൺട്രാക്ടർ, അതായത് ആരാണോ ക്ലയൻറ്റുമായിട്ട് കോൺട്രാക്റ്റ് സൈൻ ചെയ്തിരിക്കുന്നത്, ആ കോൺട്രാക്റ്റ് സൈൻ ചെയ്തിരിക്കുന്ന മെയിൻ കോൺട്രാക്ടർക്ക് എപ്പോഴാണോ വേറൊരു ആളുടെ സഹായം, വേറൊരു കോൺട്രാക്ടറുടെ സഹായം ചിലപ്പോൾ വേണ്ടി വരും. എന്തിനു വേണ്ടിയിട്ട്? ഒന്നാമത്തെ കാര്യം, ലേബർ മെയിൻ കോൺട്രാക്ടറുടെ കയ്യിൽ ഇനഫ് ലേബർ ഇല്ല എങ്കിലോ, അല്ലെങ്കിൽ ടൈം ബൗണ്ടായിട്ട് വർക്ക് തീരണമെങ്കിലോ. അതല്ല, ഇപ്പം ഞാൻ മെയിൻ കോൺട്രാക്ടർ ആണെങ്കിൽ ആ മെയിൻ കോൺട്രാക്ടറുടെ ചില വർക്കുകളുണ്ട്, അതായത് ചില സ്പെഷ്യലിസ്റ്റ് വർക്കുകൾ ഞാൻ ചെയ്യാറില്ലായിരിക്കും. അത്തരം വർക്കുകളൊക്കെ ഒരു സ്പെഷ്യലിസ്റ്റ് വർക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ചില കോൺട്രാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ ആ ഒരു വർക്ക് മാത്രം, നമ്മുടെ മെയിൻ വർക്കിനകത്തെ ചെറിയൊരു വർക്ക് നമ്മൾ ഒരു സബ് കോൺട്രാക്ടർക്ക് വർക്ക് കൊടുക്കും. ഓക്കെ, എന്നിട്ട് സബ് കോൺട്രാക്ടറുടെ ഡീലിംഗ് മൊത്തം മെയിൻ കോൺട്രാക്ടറുമായിട്ടായിരിക്കും. സബ് കോൺട്രാക്ടറും ക്ലയൻറ്റുമായിട്ട് പ്രത്യേകിച്ച് ഡീലിംഗ് ഒന്നും ഉണ്ടാവില്ല. മെയിൻ ഡീലിംഗ് സബ് കോൺട്രാക്ടറും മെയിൻ കോൺട്രാക്ടറും തമ്മിലായിരിക്കും. അവർ തമ്മിലൊരു കോൺട്രാക്ട് ഉണ്ടാവും. മാത്രമല്ല, മെയിൻ കോൺട്രാക്ടർ സബ് കോൺട്രാക്ടറുടെ വർക്കിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്തിട്ട് ക്ലയൻറ്റിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് എങ്ങനെയാണോ പൈസ കിട്ടുന്നത്, അതായത് ക്ലയൻറ്റിൻ്റെ കയ്യിൽ നിന്ന് മെയിൻ കോൺട്രാക്ടർ പൈസ വാങ്ങിക്കുന്നത് പോലെ തന്നെയാണ് സബ് കോൺട്രാക്ടർ മെയിൻ കോൺട്രാക്ടറുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കുന്നത്. അതായത് മേ ബി അത് കോൺട്രാക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. പെർ മന്ത് എല്ലാ മാസത്തിൻ്റെ ഇത്രാം തീയതിക്കുള്ളിൽ പേയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് പ്രിപ്പയർ ചെയ്യണം. സോ ഇവിടെ ഇന്ന് പറയാൻ പോകുന്നത്
സബ് കോൺട്രാക്ടേഴ്സിന് വേണ്ടിയിട്ടുള്ള പേയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ്, അതായത് ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, ഒരു മാസം ഒരു സബ് കോൺട്രാക്ടർ എന്ത് വർക്ക് ചെയ്തു അല്ല എത്രത്തോളം വർക്ക് ചെയ്തു എന്ന് നോക്കിയിട്ട് ആ മാസത്തേക്കുള്ള അയാൾക്ക് കൊടുക്കാനുള്ള തുക അത് സൈറ്റിൽ ക്വാണ്ടിറ്റി സർവേയർ പ്രിപ്പയർ ചെയ്തിട്ട് കൺസേൺഡ് ആൾക്കാരുടെ സൈൻ മേടിച്ചിട്ട് ആണ് നമ്മൾ ഇത്ര തുകയാകും എന്നുള്ളൊരു കണക്ക് ഫ്രണ്ട് സർട്ടിഫിക്കറ്റിനകത്ത് ഉണ്ടാകും. അതാണ് നമ്മൾ പ്രോപ്പർ എല്ലാവരുടെയും സൈൻ കിട്ടിയതിന് ശേഷം അക്കൗണ്ട്സിലേക്ക് വിട്ട് അവിടെ നിന്നാണ് പൈസ റിലീസ് ചെയ്യുന്നത്. ഒരു സിമ്പിളായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ ഫ്ലോ ഏകദേശം ഒന്നും മനസ്സിലായെന്ന് കരുതുന്നു. സോ ആ തുക എത്രയാണ്, ആ സബ് കോൺട്രാക്ടർക്ക് ഒരു മാസം കിട്ടേണ്ട തുക എത്രയാണ് എന്ന് കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ ഡ്യൂട്ടിയാണ്, അതായത് ക്വാണ്ടിറ്റി സർവേയുടെ ഡ്യൂട്ടിയാണ്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്കപ്പോൾ ടോപ്പിക്കിലേക്ക് പോവാം. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും സബ് കോൺട്രാക്ടേഴ്സ് പേയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ്. സോ ഇതാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്ന ആ ഒരു ഇതൊരു എക്സൽ ഫയലാണ്. എക്സൽ ഫയലിനകത്ത് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോവാണ് എങ്ങനെ സബ് കോൺട്രാക്ടർ പേയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പേജിൽ നിൽക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഷീറ്റുകൾ അവൈലബിൾ ആണ്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് വഴിയെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓരോരോ ഐറ്റംസ് ആയിട്ട് നോക്കുക. ഫസ്റ്റ് പേജിൽ ഒരുപാട് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ട്. ടേംസ് പലതും നിങ്ങൾക്ക് പുതിയതായിരിക്കും. ഓക്കെ, കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇപ്പം തന്നെ പറയാം. ഇപ്പോൾ ഏറ്റവും ടോപ്പിൽ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്? സർട്ടിഫിക്കറ്റ് നമ്പർ, അതായത് ഇപ്പോൾ സപ്പോസ് ഒരു സബ് കോൺട്രാക്ടർ വന്നു. ഓക്കെ, സബ് കോൺട്രാക്ടർ വന്നിട്ട് നമ്മുടെ ഇത് ആദ്യത്തെ മാസം പുതുതായിട്ടുള്ളൊരു സബ് കോൺട്രാക്ടർ സൈറ്റിലേക്ക് വന്ന് അയാൾ ഒരു മാസം ജോലി എടുത്തു എന്നിരിക്കട്ടെ. ആ ജോലി ഇപ്പോൾ എക്സാമ്പിൾ നോക്കുക. ഫോർ പീരിയഡ് എൻഡിങ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. പീരിയഡ് എൻഡിങ് 31 ജൂലൈ 2020 അല്ലേ, 31 ജൂലൈ, അതായത് ജൂലൈ 31 വരെ അയാൾ ചെയ്ത വർക്കിനെയാണ് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു മാസത്തെ ഇപ്പോൾ ജൂലൈ 1-ാം തീയതി സബ് കോൺട്രാക്ടർ സൈറ്റിൽ വന്നിട്ട് ഒരു മാസം മൊത്തം അയാൾ പണിയെടുത്തു എന്നിരിക്കട്ടെ. അതിന് ഒരു മാസം പണിയെടുത്ത് 31 ജൂലൈ ആയപ്പം അയാൾ ആ ഒരു മാസത്തെ വർക്ക് കഴിഞ്ഞല്ലോ. സോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത്, അങ്ങനെ ഇരിക്കുമ്പോൾ 31 ജൂലൈയിൽ വർക്ക് തീർന്നിട്ട് അവർ നെക്സ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 1 ഓഗസ്റ്റിന് എന്ത് ചെയ്യുന്നു? ഓഗസ്റ്റ് 1-ാം തീയതി സബ് കോൺട്രാക്ടർ ഒരു ഇൻവോയ്സ് എടുക്കും. ഇൻവോയ്സ് റിലീസ് ചെയ്യും. ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ ഇത്ര ഞങ്ങൾ ഇത്രയും വർക്ക് ചെയ്തു ഈ മാസം എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഇൻവോയ്സ് വരും. അതായത് ഇപ്പോൾ സപ്പോസ് ഞാൻ പറയുന്നത് ഞാൻ സബ് കോൺട്രാക്ടർ സൈഡിൽ നിന്നാണ് സംസാരിക്കുന്നത്. സോ എൻ്റെ കയ്യിലേക്ക് സബ് കോൺട്രാക്ടർ ഇൻവോയ്സ് വരും. ആ ഇൻവോയ്സിനെ ബേസ് ചെയ്തിട്ട് പേയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണ്. ഓക്കെ, ജസ്റ്റ് നോക്കാം ടേംസ് എന്തൊക്കെയാണെന്ന്. പീരിയഡ് എൻഡിങ് കാണിച്ചിട്ടുണ്ട് 31 ജൂലൈ, അതായത് ജൂലൈ മാസത്തെ വർക്കിന് വേണ്ടിയിട്ടുള്ള തുകയാണ് നമ്മളിപ്പം റിലീസ് ചെയ്യാൻ പോകുന്നത്. പേയ്മെൻറ്റ് ടേംസ്, നമ്പർ ഓഫ് ഡേയ്സ്, അതായത് റിസീപ്റ്റ്, അതായത് 30 ഡേയ്സിനുള്ളിൽ പൈസ റിലീസ് ചെയ്യണം ഇൻവോയ്സ് റിസീവ് ചെയ്തതിന് ശേഷം എന്നുള്ളൊരു കോൺസെപ്റ്റിൽ അത് കോൺട്രാക്ട് അനുസരിച്ച് മാറും. പിന്നെ പ്രൊജക്റ്റ് ഡീറ്റെയിൽസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. പ്രൊജക്റ്റിൻ്റെ പേര്, എംപ്ലോയർ ആരാണ്, കൺസൾട്ടൻ്റ് ആരാണ്, കോൺട്രാക്ടർ ആരാണ്, സബ് കോൺട്രാക്ടർ ആരാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് സ്കോപ്പ് ഓഫ് വർക്ക്, അതായത് പെയിൻറ്റിങ് വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ ഏത് സബ് കോൺട്രാക്ടർക്കാണോ പേയ്മെൻറ്റ് റിലീസ് ചെയ്യാൻ പോകുന്ന അയാളുടെ സ്കോപ്പ് എന്താണ്, വർക്ക്, അയാൾ ഏത് വർക്കാണ് ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കാണിച്ചത്. നമ്മളിപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെയാണ് എക്സാമ്പിളിന് വേണ്ടി കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ അതിനുശേഷം താഴേക്ക് വന്ന് ഇവിടെ കോൺട്രാക്ട് ഡീറ്റെയിൽസ്, SCA റെഫറൻസ് ഉദ്ദേശിക്കുന്നത് സബ് കോൺട്രാക്ട് എഗ്രിമെൻറ്റ് റെഫറൻസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു മെയിൻ കോൺട്രാക്ടറും സബ് കോൺട്രാക്ടറും തമ്മിലുള്ളൊരു ഒരു എഗ്രിമെൻ്റ് ഉണ്ടാവും, കോൺട്രാക്ട് ഉണ്ടാവും. സോ ആ കോൺട്രാക്റ്റിനൊരു കോഡുണ്ട്. അതായത് ഇപ്പം നമ്മൾ ഓരോ സർക്കുലർ ഇറക്കുമ്പോഴും ഏതൊരു സ്ഥാപനം സർക്കുലർ ഇറക്കുമ്പോൾ അതിൻ്റെ മുകളിലൊരു കോഡ്, ഒരു പേരുണ്ടാവും, റെഫറൻസ് പോലെ. സോ അത് നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യുക. അത് കഴിഞ്ഞ് ബിൽ സ്മാർട്ട്,
ബിൽസ്മാർട്ട് എന്ന് പറഞ്ഞ ഒരു സോഫ്റ്റ്വെയർ ആണ്. സോഫ്റ്റ്വെയറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കോഡാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓരോത്തിനും ഓരോ ഐറ്റംസ് ഓഫ് വർക്കിനും ഓരോ ഇതിനൊക്കെ ഒരു കോഡുണ്ട്. സോ ഇവിടെ ക്യാൻഡി ആക്ടിവിറ്റി കോഡ്, കോസ്റ്റ് കോഡ് അത് പറഞ്ഞിട്ടുണ്ട്. ആക്ടിവിറ്റി കോഡും കോസ്റ്റ് കോഡും ഒരു വർക്കിനെ ബേസ് ചെയ്തിട്ടാണ്, ഏത് ടൈപ്പ് വർക്ക് ആണെന്ന് ബേസ് ചെയ്തിട്ടാണ്. പിന്നെ കോൺട്രാക്ട് പ്രൈസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇത് ഞാൻ വർക്ക് ചെയ്ത ഒരു പ്രൊജക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. സോ ഇപ്പം ദറം എത്ര AED എന്ന് പറഞ്ഞാൽ അറബ് എമിറേറ്റ് ദറമാണ്. സോ ടോട്ടൽ കോൺട്രാക്ട് തുകയാണ് ഈ കാണിച്ചിരിക്കുന്നത്. മാക്സിമം അപ്പം ഞാൻ മെയിൻ കോൺട്രാക്ടറാണ്. എൻ്റെ അടുത്തേക്ക് ഒരു സബ് കോൺട്രാക്ടർ വന്നു. സബ് കോൺട്രാക്ടറും ഞാനും തമ്മിൽ ചിലവാക്കാൻ പറ്റുന്ന മാക്സിമം തുകയാണ് ഈ പറഞ്ഞ 738,000 എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, അതിനുശേഷം വേരിയേഷൻ 0 ആണ്. അതായത് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. വേരിയേഷൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ആദ്യം വർക്ക് തുടങ്ങുന്നതിന് മുമ്പ് ഞാനും സബ് കോൺട്രാക്ടറും തമ്മിൽ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യാണ്. വൺസ് പണി തുടങ്ങിയതിന് ശേഷം എന്തെങ്കിലും അഡീഷണൽ വർക്കോ, കാര്യം ഇത്ര വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സബ് കോൺട്രാക്ടറെ വിളിക്കുന്നത്. സോ വൺസ് സബ് കോൺട്രാക്ടർ പണിയെല്ലാം തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി വർക്ക് കൊടുക്കാനുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞ വർക്കിൽ നിന്ന് അഡീഷണൽ ആയില്ലേ, സോ വേരിയേഷൻ ഉണ്ടായി. സോ ആ വേരിയേഷൻ കാണിക്കാൻ വേണ്ടി നമുക്കിവിടെ ആ തുക നമുക്ക് വേണമെങ്കിൽ ഇവിടെ കാണിക്കാം. പക്ഷേ ഈ കേസിൽ അവിടെ വേരിയേഷൻ ഒന്നും ഇല്ല. ആദ്യം പറഞ്ഞിരിക്കുന്ന കോൺട്രാക്ട് എമൗണ്ട് തന്നെയാണ് മുമ്പിലേക്ക് പോകുന്നത്. സോ റിവൈസ്ഡ് കോൺട്രാക്ട് പ്രൈസ് നേരത്തെ പറഞ്ഞ ഈ മുകളിൽ കാണിച്ചിരിക്കുന്ന കാര്യം തന്നെയാണ്. സോ അതിനുശേഷം റൈറ്റ് സൈഡിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. കമൻസ്മെൻറ്റ് ഡേറ്റ്, ടൈം ഓഫ് കംപ്ലീഷൻ, അതെല്ലാം ജസ്റ്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്. അത് നമുക്ക് എന്തെങ്കിലും ആസ് പെർ എഗ്രിമെൻ്റ് എന്താണെങ്കിലും അത് നമുക്കിവിടെ മെൻഷൻ ചെയ്യാൻ പറ്റും. പിന്നെ ബോൺസ് ആൻഡ് ഗ്യാരണ്ടി അതൊന്നും ഇവിടെ ആപ്ലിക്കബിൾ അല്ല. അഡ്വാൻസ് പേയ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടേമാണ്. ചില കേസിൽ അഡ്വാൻസ് പേയ്മെൻറ്റ് ഉദ്ദേശിക്കുന്നത് ചില കേസിൽ ചില സബ് കോൺട്രാക്ടേഴ്സ് വൺസ് കോൺട്രാക്ട് സൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ അഡ്വാൻസ് കുറച്ച് തുക വാങ്ങിക്കും. മേ ബി അവർക്ക് മെറ്റീരിയലിൻ്റെ ഒരു തുക, എന്തെങ്കിലും അവരുടെ ഒരു ആവശ്യത്തിന് വേണ്ടി അഡ്വാൻസ് ആയിട്ട് ടോട്ടൽ കോൺട്രാക്ട് എമൗണ്ടിൻ്റെ 10% ഒക്കെ അഡ്വാൻസ് ആയിട്ട് വാങ്ങിക്കും. എന്നിട്ട് നമ്മൾ ചെയ്യുന്ന കോൺട്രാക്ടർ സൈഡിൽ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, സപ്പോസ് 10% അഡ്വാൻസ് തുക സബ് കോൺട്രാക്ടർ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു എന്നിരിക്കട്ടെ. എന്നിട്ട് അവർ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് പേയ്മെൻറ്റ്, അതായത് ഒരു മാസം കഴിഞ്ഞു ഫസ്റ്റ് പേയ്മെൻറ്റ് റിലീസ് ചെയ്യുമല്ലോ. ആ ഫസ്റ്റ് പേയ്മെൻറ്റിൽ നിന്ന് ഒരു 10% കുറച്ചേ നമ്മൾ കൊടുക്കത്തുള്ളൂ ഫസ്റ്റ് പേയ്മെൻറ്റ്. സെക്കൻഡ് പേയ്മെൻറ്റ് വരുമ്പോൾ അതിൽ നിന്ന് ഒരു 10% കുറച്ചിട്ടേ നമ്മൾ കൊടുക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഓരോ പേയ്മെൻറ്റിന് 10% കുറച്ച് അറ്റ് ദ എൻഡ് വർക്ക് തീരുന്ന സമയത്ത് നമ്മൾ ടോട്ടൽ ഡിഡക്റ്റ് ചെയ്ത ആ 10% എന്ന് പറയുന്നത് ഈ സബ് കോൺട്രാക്ടർ വാങ്ങിച്ച അഡ്വാൻസ് പേയ്മെൻറ്റിന് ഈക്വൽ ആയിരിക്കും. ഒന്നുകൂടെ പറയാം. ഇപ്പോൾ സപ്പോസ് ഒരു മെയിൻ കോൺട്രാക്ടറും ഒരു സബ് കോൺട്രാക്ടറും തമ്മിൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ട്. ആ എഗ്രിമെൻ്റ് പ്രകാരം ഇത്ര രൂപ, ഫോർ എക്സാമ്പിൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് 738,000 ആണ് കോൺട്രാക്ട് എമൗണ്ട്. സോ ഇതാണ് ടോട്ടൽ മെയിൻ കോൺട്രാക്ടർ സബ് കോൺട്രാക്ടർക്ക് കൊടുക്കാനുള്ള തുക. ഓക്കെ, സോ അതിൻ്റെ ഒരു 10% അഡ്വാൻസ് ആയിട്ട് സബ് കോൺട്രാക്ടർ മെയിൻ കോൺട്രാക്ടറുടെ കയ്യിൽ നിന്ന് മേടിച്ചു. ഒരു 10% അയാളത് വാങ്ങിച്ചു. പണി തുടങ്ങി ഒരു മാസം കഴിഞ്ഞു കഴിയുമ്പോൾ ഫസ്റ്റ് പേയ്മെൻറ്റ് റിലീസ് ചെയ്യണം. ആര്? മെയിൻ കോൺട്രാക്ടർ സബ് കോൺട്രാക്ടർക്ക് പേയ്മെൻറ്റ് കൊടുക്കണം. കാര്യം ഒരു മാസം മൊത്തം അയാൾ വർക്ക് ചെയ്തതാണ്. സബ് കോൺട്രാക്ടർ ഒരു മാസം മൊത്തം വർക്ക് ചെയ്തതായതുകൊണ്ട് അതിനുള്ള തുക മെയിൻ കോൺട്രാക്ടർ സബ് കോൺട്രാക്ടർ കൊടുക്കണമല്ലോ. സോ അതുകൊണ്ട് തന്നെ ആ കൊടുക്കുന്ന സമയത്ത് ആ കൊടുക്കാനുള്ള എമൗണ്ടിൽ നിന്ന് ഒരു 10% മാറ്റി വെച്ചിട്ടേ ആ മാസത്തെ റിലീസ് ചെയ്യത്തുള്ളൂ. ഇതേപോലെ അടുത്ത 2ാം മാസം, ജൂലൈ കഴിഞ്ഞ് ഓഗസ്റ്റ് മാസം വരുമ്പോൾ വീണ്ടും ഒരു 10% തടഞ്ഞു വെച്ചിട്ടേ കൊടുക്കത്തുള്ളൂ. അങ്ങനെ എപ്പോഴാണോ പണി തീരുന്നത്, മേ ബി സെപ്റ്റംബറോ ഒക്ടോബറോ
നവംബറോ എപ്പോഴാണോ പണി തീരുന്നത് ഓരോ മാസവും 10% കുറച്ച് പണി തീരുന്ന സമയത്ത് ആ പണി ലാസ്റ്റ് പേയ്മെൻറ്റ് സർട്ടിഫിക്കറ്റിലും 10% കുറയ്ക്കുമ്പോൾ അയാൾ വാങ്ങിച്ച അഡ്വാൻസ് പേയ്മെൻറ്റ് ബാലൻസ് ആവും. ഓക്കെ, സോ ഇതാണ് എൻ്റെ കോൺസെപ്റ്റ്. അയാൾ മുൻകൂറായിട്ട് വാങ്ങിച്ച തുക ഓരോ പേയ്മെൻറ്റിൽ നിന്ന് അയാൾ മെയിൻ കോൺട്രാക്ടർ ഇങ്ങനെ പിടിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, സോ അതാണ് അഡ്വാൻസ് പേയ്മെൻറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. രണ്ടാമത്തേത്, ഇനി അത് കഴിഞ്ഞിട്ട് പറയാൻ പോകുന്നത് ജസ്റ്റ് നോക്കുക. എപ്പോഴും ആലോചിക്കുക, ഒരു സേഫർ സൈഡായിട്ട് എപ്പോഴും പേയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് റിലീസ് ചെയ്യുന്നത് ഒരു ക്യുമുലേറ്റീവ് വർക്കിനെ ബേസ് ചെയ്തിട്ടാണ്. ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഉദാഹരണം പറയാനാണെങ്കിൽ നമ്മുടെ വീടുകളിലൊക്കെ KSEB റീഡിങ് എടുക്കാൻ വരും. റീഡിങ് മീറ്റർ ചെക്ക് ചെയ്തിട്ട് റീഡിങ് എടുക്കും. എങ്ങനെയാണ് റീഡിങ് എടുക്കുന്നത്? ഇപ്പം 2 മാസം കൂടുമ്പോൾ റീഡിങ് എടുക്കും. ഓക്കെ, ഇതിപ്പം ഓഗസ്റ്റ് 31 വരെ നമ്മളിപ്പം ഓഗസ്റ്റ് 31 കഴിഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞിട്ട് അടുത്ത റീഡിങ് എടുക്കും. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു പ്രീവിയസ് റീഡിംഗ് ഉണ്ട്, 2 മാസം മുമ്പ് എടുത്ത റീഡിംഗ് വാല്യൂ നമുക്കറിയാം. സപ്പോസ് ഓഗസ്റ്റ് 31 എടുത്ത റീഡിംഗ് നമുക്കറിയാം. അത് കഴിഞ്ഞ് സെപ്റ്റംബർ, ഒക്ടോബർ 30th നമ്മൾ ഒക്ടോബർ 31 നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും അടുത്ത റീഡിംഗ് എടുക്കും. ഓക്കെ, പ്രീവിയസ് റീഡിംഗ് അറിയാം, കറൻറ്റ് റീഡിംഗ് അറിയാം. അപ്പോൾ ഈ കാലയളവിൽ എത്ര ചെയ്തു എന്നുള്ള, അല്ല എത്ര യൂണിറ്റ് ആയി എന്നുള്ള കണക്ക് നമുക്ക് അറിയാൻ പറ്റുമല്ലോ. എങ്ങനെയാ? കറൻറ്റ് റീഡിംഗ് മൈനസ് പ്രീവിയസ് റീഡിംഗ്. ഞാൻ ഉദ്ദേശിച്ചല്ലോ, KSEBയുടെ ഒരു എക്സാമ്പിളായിട്ട് പറയാണ്, ഇത്ര യൂണിറ്റ് ആയി എന്നറിയാനുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് അല്ലേ. സോ അതേപോലെ തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. എങ്ങനെയാണ്? ക്യുമുലേറ്റീവ് എത്ര, പ്രീവിയസ് എത്ര, കറൻറ്റ് എത്ര. ക്യുമുലേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതുവരെ ഇത്രയേ ഉള്ളൂ, കാര്യം ഇത്രയേ ഉള്ളൂ. സബ് കോൺട്രാക്ടർ ഇതുവരെ എത്ര വർക്ക് ചെയ്തു, അതാണ് ക്യുമുലേറ്റീവ് ആയിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പ്രീവിയസ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവും, പ്രീവിയസിൻ്റെ അവിടെ ഒന്നും കാണിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് റീസൺ? ഇത് ഫസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണ്, ആദ്യമായിട്ട് റിലീസ് ചെയ്യുന്ന പേയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ട് പ്രീവിയസിൻ്റെ അവിടെ 0. കാര്യം അയാൾ ആദ്യമായിട്ട് ഫസ്റ്റ് പേയ്മെൻറ്റ് സർട്ടിഫിക്കറ്റാണ്. പക്ഷേ അടുത്ത മാസത്തെ പേയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് വരുമ്പോൾ പ്രീവിയസ് എത്രയായിരിക്കും? ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ക്യുമുലേറ്റീവ് ആയിരിക്കും അടുത്ത മാസത്തെ പ്രീവിയസ്. അപ്പോൾ ഇവിടുത്തെ അടുത്ത മാസത്തെ ക്യുമുലേറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ വാല്യൂവിനേക്കാൾ കൂടുതലായിരിക്കും ഓഫ് കോഴ്സ്. കാര്യം അയാൾ കുറച്ചുകൂടി വർക്ക് ചെയ്തല്ലോ. സോ ആ രീതിയിൽ പ്രീവിയസ്, കറൻറ്റ്, ക്യുമുലേറ്റീവ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇമ്പോർട്ടൻസ് കൊടുത്ത് ആദ്യം കണ്ടുപിടിക്കുന്നത്. ക്യുമുലേറ്റീവ് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പ്രീവിയസ് എത്രയായിരുന്നു നോക്കും. ക്യുമുലേറ്റീവിൽ നിന്ന് പ്രീവിയസ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ മാസത്തെ വർക്കിൻ്റെ എത്രത്തോളം ഉണ്ട്, വർക്ക് എത്രത്തോളം ചെയ്തിട്ടുണ്ട്, അതിൻ്റെ എമൗണ്ട് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ ആ രീതിക്കാണ് ഇതിൻ്റെ കാര്യങ്ങൾ പോകുന്നത്. സോ അതിനുശേഷം കുറേ ഐറ്റംസ് ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അഡ്വാൻസ് പേയ്മെൻറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അഡ്വാൻസ് പേയ്മെൻറ്റ് റിക്കവറിയുടെ ഒക്കെ നമുക്കിവിടെ 10% റിക്കവറി, കിട്ടിയ എമൗണ്ടിൽ നിന്ന് 10% കുറച്ച് കൊണ്ടുവരാം. പിന്നെ റിറ്റൻഷൻ മണി 10% കാണിച്ചിട്ടുണ്ട്. അതായത് ഉദ്ദേശിക്കുന്ന ഇതേ ഉള്ളൂ, ഒരു സബ് കോൺട്രാക്ടർ ഒരു വർക്ക് ചെയ്ത് കഴിയുമ്പോൾ അയാൾക്ക് മുഴുവൻ തുകയും കൊടുത്ത് അയാളെ പറഞ്ഞു വിടാൻ പറ്റത്തില്ല. കാര്യം അയാൾ ചെയ്തതിൽ എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി, അതായത് ഇപ്പോൾ ഒരു ഗ്യാരണ്ടി പോലെ ഇത്ര മാസത്തേക്ക് നമ്മളൊരു പർട്ടിക്കുലർ തുക പിടിച്ചു വെക്കും. കാര്യം സപ്പോസ് എന്തെങ്കിലും സബ് കോൺട്രാക്ടർ ഡിഫോൾട്ട് കാരണം എന്തെങ്കിലും പ്രശ്നം പറ്റി അത് കോൺട്രാക്ടർക്ക് നഷ്ടം വരാൻ പാടില്ല. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? റിറ്റൻഷൻ ആയിട്ട് 10% നമ്മൾ എടുത്തു വെക്കും. സോ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ അതും കൂടെ കുറച്ചിട്ടേ നമ്മൾ ആ സബ് കോൺട്രാക്ടർക്ക് പൈസ റിലീസ് ചെയ്യത്തുള്ളൂ. അതെല്ലാം കുറയ്ക്കാനുള്ള തുകയാണ് ഈ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത്. സോ വാറ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. 5% വാറ്റ്, അഡ്ജസ്റ്റ്മെൻറ്റ്, അതെല്ലാം കഴിഞ്ഞിട്ട് അൾട്ടിമേറ്റ്ലി നെറ്റ് എമൗണ്ട് സർട്ടിഫൈഡ് ഫോർ പേയ്മെൻറ്റ്, അതാണ് ഈ 39,403.61 എന്നൊരു എമൗണ്ട്
കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ അങ്ങനെ വൺസ് ഇങ്ങനൊരു പേയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് ശേഷം ഇത് പ്രിപ്പയർ ചെയ്യുന്നത് പ്രൊജക്റ്റിൻ്റെ ക്വാണ്ടിറ്റി സർവേയർ ആണ്. ക്വാണ്ടിറ്റി സർവേയർ സൈൻ ചെയ്യും, നെയിമും ഡേറ്റും എഴുതും. അതിനുശേഷം പ്രൊജക്ട് മാനേജർക്ക് പോവും, ഇതേ സർട്ടിഫിക്കറ്റ് പ്രൊജക്ട് മാനേജറുടെ അടുത്ത് പോവും. പ്രൊജക്ട് മാനേജർ സൈന് നെയിം ഡേറ്റ് എല്ലാം കൊടുത്തതിന് ശേഷം ഇത് വലിയ കമ്പനീസിലാണെങ്കിൽ അത് ഹെഡ് ഓഫീസിലേക്ക് പോവും. ഹെഡ് ഓഫീസിൽ ഹെഡ് ഓഫ് ക്യു എസ് ഉണ്ടെങ്കിൽ ഹെഡ് ഓഫ് ക്യു എസ് ചെക്ക് ചെയ്തിട്ട് സൈൻ ചെയ്യും. പിന്നീട് ഓപ്പറേഷൻ മാനേജറും സൈൻ ചെയ്യും. സോ അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് മാത്രമേ അക്കൗണ്ട്സിലേക്ക് പോകത്തുള്ളൂ. അക്കൗണ്ട്സിലേക്ക് പോയതിന് ശേഷം അവരുടെ സബ് കോൺട്രാക്ടർക്ക് വേണ്ടിയുള്ള ആ ഒരു ബില്ല് ക്യാഷ് റിലീസ് ചെയ്യും. ഓക്കെ, സോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് കഴിഞ്ഞിട്ടില്ല, ഇത് പേയ്മെൻറ്റ് സർട്ടിഫിക്കറ്റിൻ്റെ ഫസ്റ്റ് പേജേ ആയിട്ടുള്ളൂ. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ ഒരു എമൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ടല്ലേ, 41,696 എന്നൊരു എമൗണ്ട്. ആ എമൗണ്ട് എങ്ങനെ കിട്ടി, അതിൻ്റെ സ്പ്ലിറ്റ് അപ്പ് എങ്ങനെയാണ്, അതിലേക്ക് എങ്ങനെ എത്തും എന്നുള്ളത് നമുക്ക് അടുത്തത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഇതുവരെ കണ്ടത് ഫസ്റ്റ് പേജ് ആയിരുന്നു, പേയ്മെൻറ്റ് സർട്ടിഫിക്കറ്റിൻ്റെ ഫസ്റ്റ് ഷീറ്റാണ്. ഓക്കെ, രണ്ടാമത്തെ ഷീറ്റ് ശ്രദ്ധിക്കുക, ഇവിടെ വാല്യുവേഷൻ എന്ന് പറയുന്നൊരു ഷീറ്റ് ഇവിടെ ഉണ്ട്. സോ ആ ഷീറ്റിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന എൻറ്റയർ എക്സൽ ഫയലാണ് ശരിക്കും പറഞ്ഞാൽ ഈ എല്ലാ എക്സൽ ഷീറ്റിലെ എല്ലാ പേജുകളും ചേർത്തിട്ടാണ് ആ പേയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ആ ഒരു ഡോക്യുമെൻറ്റ് ഫോം ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് പേജ് മാത്രമല്ല, ഈ കാണിക്കുന്ന എല്ലാ ഷീറ്റുകളും ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, സോ സെക്കൻഡ് പേജ് നോക്കാം, വാല്യുവേഷൻ. സോ സെക്കൻഡ് പേജിലെ ഡീറ്റെയിൽസ് നോക്കിയേ. ഈ ഒരു ഷീറ്റ് ഏകദേശം നിങ്ങൾക്കൊരു ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കും. ഇതിൻ്റെ ഒരു ചെറിയ ഫോം നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ശ്രദ്ധിക്കുക, അതായത് ഈ ഒരു ഷീറ്റിൽ വെച്ചിട്ടാണ് നമുക്ക് എത്ര തുകയാകും എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ ജസ്റ്റ് നോക്കാം. നിങ്ങൾ ബിടെക്കിൽ പഠിച്ചിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ, യൂണിറ്റ്, ക്വാണ്ടിറ്റി, റേറ്റ്, എമൗണ്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരു ഇൻ്ററിൻ വാല്യുവേഷൻ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഈ സബ് കോൺട്രാക്ടറിൻ്റെ സ്കോപ്പ് ഓഫ് വർക്ക് എന്ന് പറയുന്നത് എന്തായിരുന്നു? പെയിൻറ്റിങ് ആണ് അല്ലേ? പെയിൻറ്റിങ്ങിനകത്ത് തന്നെ ഒരു വീട് കൺസിഡർ ചെയ്താൽ ആ പെയിൻറ്റിങ് എന്ന് പറയുന്ന വർക്കിനകത്ത് തന്നെ പല തരത്തിലുള്ള പെയിൻറ്റിങ് ഉണ്ട്. എക്സാമ്പിൾ നോക്കുക, ജനറൽ സീലിംഗ് പെയിൻറ്റ്, വെറ്റ് ഏരിയ സീലിംഗ് പെയിൻറ്റ്, ജനറൽ വാൾ പെയിൻറ്റ്, വെറ്റ് ഏരിയ വാൾ പെയിൻറ്റ്, എക്സ്റ്റീരിയർ പെയിൻറ്റ്, എക്സ്റ്റീരിയർ പെയിൻറ്റിങ് ടു സീലിംഗ് സോഫിറ്റ്. സോഫിറ്റ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് സാധാരണ വീടുകളിലൊക്കെ ഫോൾ സീലിംഗ് ഉണ്ടാവും. ചിലയിടത്താണ് കോൺക്രീറ്റിൻ്റെ തന്നെ റൂഫായിരിക്കും. നമ്മൾ മുകളിലേക്ക് നോക്കുമ്പോൾ ചിലപ്പോൾ ഫോൾ സീലിംഗ് ആയിരിക്കും കാണുന്നത്, മറ്റ് ചിലപ്പോൾ കോൺക്രീറ്റിൻ്റെ സ്ലാബിൻ്റെ ബോട്ടം ആയിരിക്കും കാണുന്നത്. സോ കോൺക്രീറ്റ് സ്ലാബിൻ്റെ ബോട്ടം ആണെങ്കിൽ അതിൻ്റെ സോഫിറ്റ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നു. അതല്ല, ഫോൾ സീലിംഗ് ആണെങ്കിൽ നോർമൽ സീലിംഗ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നു. സോ ഇവിടെ എക്സ്റ്റേണൽ പെയിൻറ്റിങ് ടു സീലിംഗ് സോഫിറ്റ്, എക്സ്റ്റീരിയർ പെയിൻറ്റിങ് ടു വോള്, എക്സ്റ്റീരിയർ പെയിൻറ്റിങ് ടു ബൗണ്ടറി വാൾ, സ്പ്രേ പ്ലാസ്റ്റർ. സോ ഇത്രയും ഐറ്റംസ് ആണ് ഈ ഒരു സബ് കോൺട്രാക്ടർ ചെയ്യുന്നത്. സോ എന്തിനു വേണ്ടിയിട്ടായിരിക്കാം നമ്മളിത് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുന്നത്? എന്തായിരിക്കും റീസൺ? എല്ലാം പെയിൻറ്റിങ് അല്ലേ, അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് അത് ഒരുമിച്ച് കാണിച്ചുകൂടാ? ടോട്ടൽ പെയിൻറ്റിങ് ക്വാണ്ടിറ്റി മൾട്ടിപ്ലൈഡ് ബൈ, കാര്യം പെയിൻറ്റിങ് ക്വാണ്ടിറ്റി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് കഴിഞ്ഞ തവണ പറഞ്ഞതാണ്. അപ്പോൾ ഡ്രോയിങ്ങിൽ നിന്ന് പെയിൻറ്റിങ്ങിൻ്റെ ക്വാണ്ടിറ്റി എടുക്കുക, മൾട്ടിപ്ലൈ ബൈ റേറ്റ് ചെയ്താൽ പോരെ, മൊത്തം എമൗണ്ട് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? പിന്നെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നത്? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. റീസൺ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഓരോ ഐറ്റത്തിനും ഇപ്പോൾ കാണിച്ചിരിക്കുന്ന സീലിംഗ്, വോള്, അതിനെല്ലാം റേറ്റ് ഡിഫറെൻ്റ് ആണ്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അല്ലേ? ആ റേറ്റ് എങ്ങനെയാണ് മാറുന്നത്, എന്തുകൊണ്ടാണ് മാറുന്നത്? നിങ്ങൾ തന്നെ ആലോചിക്കുക. ഇപ്പോൾ നമുക്ക് വോൾ പെയിൻറ്റിങ്, ഒരാൾക്ക് ഇൻറ്റീരിയർ വോൾ പെയിൻറ്റിങ് ചെയ്യണമെങ്കിൽ വളരെ ഈസിയാണ്. വളരെ ഈസി ഇൻ ദ സെൻസ് കമ്പാരിറ്റീവ്ലി ഈസിയാണ്. കാര്യം ഒരാൾക്ക് നിലത്ത് നിന്നിട്ട് പെയിൻറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? ഇപ്പോൾ റോളേഴ്സ് ഉണ്ട്, അത് വെച്ചിട്ട് ജസ്റ്റ് പെയിൻറ്റ് ചെയ്യാം താഴെ നിന്ന് തന്നെ. പക്ഷേ സോഫിറ്റിലേക്ക് വരുന്ന സമയത്ത്, സീലിംഗ് പെയിൻറ്റിങ്
വരുന്ന സമയത്ത് അത് ഡിഫറെൻ്റ് ആണ് അല്ലേ? അത് ആ ഒരു സ്കില്ലിനെ ബേസ് ചെയ്തിട്ട് മാത്രമല്ല, ഈസിനെസ്സിനെ മാത്രമല്ല, അതിൻ്റെ മെറ്റീരിയലിനെയും കൂടെ ബേസ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ വരുന്നത്. സോ അങ്ങനെ പല ഫാക്ടേഴ്സിനെ വെച്ചിട്ട് അതേപോലെ തന്നെയാണ് പല ഫാക്ടേഴ്സിനെ വെച്ചിട്ട് റേറ്റ് ചേഞ്ച് ചെയ്യും. സോ ഇതേപോലെ തന്നെ ഉള്ളൊരു വ്യത്യാസമാണ് ഇൻറ്റീരിയർ പെയിൻറ്റിങ് എക്സ്റ്റീരിയർ പെയിൻറ്റിങ്. ഇൻറ്റീരിയർ പെയിൻറ്റിങ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരിടത്ത് നിന്ന് നമുക്ക് വീടിനകത്ത് നിന്ന് പെയിൻ്റ് അടിക്കാം. പക്ഷേ എക്സ്റ്റീരിയർ പെയിൻറ്റിങ്ങോ, ഇപ്പോൾ പുറത്തുള്ള പെയിൻറ്റിങ് ചിലപ്പോൾ നമുക്ക് മുകളിലത്തെ നിലയിലൊക്കെ പുറത്തെ പെയിൻ്റ് അടിക്കുക എന്ന് പറഞ്ഞാൽ സ്കഫോൾഡിംഗ് ഒക്കെ ഇട്ട് ഹാങ്ങിങ് സ്കഫോൾഡിംഗ് ഒക്കെ ഇട്ട് അതിൻ്റെ ബുദ്ധിമുട്ടാണ് അടിക്കാൻ. അതായത് ഒരു ദിവസം തീരുന്ന വർക്ക് മേ ബി കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ റേറ്റ് എക്സ്റ്റീരിയർ പെയിൻറ്റിങ്ങിന് കൂടുതലായിരിക്കും. സോ അങ്ങനെ പല ഫാക്ടേഴ്സ്. അത് മാത്രമല്ല, എക്സ്റ്റീരിയർ പെയിൻറ്റും ഇൻറ്റീരിയർ പെയിൻറ്റും വ്യത്യാസമാണ്. എക്സ്റ്റീരിയർ പെയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ, മെറ്റീരിയൽ മാർക്കില്ലേ, കാര്യം അറ്റ്മോസ്ഫിയറുമായിട്ട് എൻവയറമെൻറ്റുമായിട്ട് കൂടുതൽ എക്സ്പോസ്ഡ് ആണല്ലേ പുറത്തെ പോർഷൻ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് അവിടെ ഉപയോഗിക്കുന്ന പെയിൻറ്റ് വാട്ടർ പ്രൂഫ്, വെതർ പ്രൂഫ് ആയിരിക്കണം. സോ അങ്ങനെ മെറ്റീരിയലിൻ്റെ തുക കൂടുതലായിരിക്കും. സോ ഈ റേറ്റ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അത് ചെയ്യാനുള്ള മെറ്റീരിയൽ പ്ലസ് ലേബറിൻ്റെ ആ ഒരു ഇവിടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്. ഒരു മീറ്റർ സ്ക്വയർ ചെയ്യാനുള്ള റേറ്റ് ആണ്. ഓക്കെ, സോ ക്വാണ്ടിറ്റി സെപ്പറേറ്റ്. ഇതുകൊണ്ടാണ് നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ക്വാണ്ടിറ്റി എടുത്ത സമയത്ത് പറഞ്ഞത്, ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ മാക്സിമം നിങ്ങൾ തന്നെ നിങ്ങളുടെ ഉള്ളിലൊന്ന് അനലൈസ് ചെയ്യുക, എങ്ങനെ നമുക്കിതിനെ ക്ലാസിഫൈ ചെയ്യാം. അതായത് ഇപ്പോൾ ബ്ലോക്ക് വർക്കിൻ്റെ കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞത് എന്ത്, തിക്നെസ് ഓഫ് വോളിനെ ബേസ് ചെയ്തിട്ട്, അതായത് 300 mm തിക്ക് വോളാണെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി ബ്ലോക്ക് വർക്ക് ക്വാണ്ടിറ്റി സെപ്പറേറ്റ് എടുക്കുക, 200 mm ആണെങ്കിൽ സെപ്പറേറ്റ് എടുക്കുക. അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ക്വാണ്ടിറ്റി എടുത്തിട്ട് അതിൻ്റെ എല്ലാം കൂടെ സം എടുക്കുമ്പോൾ നമുക്ക് ടോട്ടൽ ക്വാണ്ടിറ്റി എടുക്കാം. സോ ആ രീതിക്ക് അതേപോലെ തന്നെ ടൈലിൻ്റെ കേസ് ആണെങ്കിലും പെയിൻറ്റിങ്ങിൻ്റെ കേസ് ആണെങ്കിലും ഒക്കെ വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യുക. എവിടെയൊക്കെ വെറ്റ് ഏരിയ ഉണ്ടോ അതിൻ്റെയൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ട്, അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇപ്പം വെറ്റ് ഏരിയയിലെ പെയിൻറ്റിങ് ഡിഫറെൻ്റ് ആയിരിക്കും, ഡ്രൈ ഏരിയയിലെ കാര്യം ഈ പറഞ്ഞ പോലെ മോയ്സ്ചർ പ്രൂഫൊക്കെ ആയിട്ടുള്ള വാട്ടർ പ്രൂഫായിട്ടുള്ള പെയിൻറ്റ് നമുക്ക് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും വെറ്റ് ഏരിയ ആണ്. സോ അതിൻ്റെ റേറ്റ് ചേഞ്ച് ആവില്ലേ. സോ ഇവിടെ കാണിച്ചിരിക്കുന്ന ഓരോന്നിൻ്റെയും ക്വാണ്ടിറ്റി കാണിച്ചിട്ടുണ്ട്, റേറ്റ് കാണിച്ചിട്ടുണ്ട്, എമൗണ്ട്. പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ കാണിച്ചിരിക്കുന്ന ഇത്രയും കോളം എന്ന് പറയുന്നത് സബ് കോൺട്രാക്റ്റ് ആണ്. സബ് കോൺട്രാക്റ്റ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഞാൻ മെയിൻ കോൺട്രാക്ടറാണ്, സബ് കോൺട്രാക്ടറുമായിട്ടുള്ള എഗ്രിമെൻ്റ് പ്രകാരം സബ് കോൺട്രാക്ടർ ഇത്ര കാര്യങ്ങൾ ചെയ്യാൻ ബാധ്യസ്ഥയാണ്. അതായത് ജനറൽ പെയിൻറ്റിങ് ഇത്ര ക്വാണ്ടിറ്റി ചെയ്യണം, വെറ്റ് ഏരിയ സീലിംഗ് പെയിൻറ്റ് 850 സ്ക്വയർ മീറ്റർ ചെയ്യണം. അങ്ങനെ ഓരോന്ന് ഇത്ര ചെയ്യാൻ അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതേപോലെ തന്നെ ഓരോ ഐറ്റത്തിൻ്റെ റേറ്റ് കാണിച്ചിട്ടുണ്ട്. സോ അതിന് കറസ്പോണ്ടിങ് എമൗണ്ട്, അതായത് ഇത്രയും രൂപ ഇവിടെ കാണിച്ചിരിക്കുന്ന 738,000 ആണ് കൊടുക്കാനുള്ള എമൗണ്ട്. ഓക്കെ, സോ അതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ 738,000 എന്തിനാണ് പറയുന്നത്, നേരത്തെ പറഞ്ഞിട്ടുള്ളതാണെന്ന് എൻ്റെ വിശ്വാസം. സൈറ്റിൽ പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇവിടെയൊക്കെ 738,000 എന്ന് പറയും. കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞിരിക്കണം 1000-ലും മില്യൺസിലും ബില്യൺസിലും. ഞാൻ ക്ലാസ്സിൽ വെച്ച് പറഞ്ഞിട്ടുള്ളതാണ്. സോ 738,000 എന്ന് പറയും. 738,000 കഴിഞ്ഞിട്ട് ഒരു 999,000 കഴിയുമ്പോഴാണ് 1 million വരുന്നത്. സോ അങ്ങനെ 1 million 2 million അങ്ങനെ മാറി 1 billion അങ്ങനെ ആ ഒരു രീതി കൂടി പറയാൻ പഠിക്കുന്നത് ബെറ്ററാണ്. ഓക്കെ, സോ അതിനുശേഷം അതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ക്വാണ്ടിറ്റി എന്ന് പറയുന്ന ഒരു സെക്ഷനും എമൗണ്ട് എന്ന് പറയുന്ന ഒരു സെക്ഷനും ഉണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞു ഇത് ഫസ്റ്റ് പേയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് ആണ് ഈ സബ് കോൺട്രാക്ടറുടെ. അപ്പോൾ ആ കേസിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുന്നത് ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യാം. പ്രീവിയസ് ഉണ്ട്, ദിസ് മന്ത് ഉണ്ട്, ടു ഡേറ്റ് ഉണ്ട്. ഇവിടെ എമൗണ്ട് പ്രീവിയസ് ഉണ്ട്, ദിസ് മന്ത് ഉണ്ട്, ടു ഡേറ്റ് ഉണ്ട്. ഇത് ഫസ്റ്റ് പേയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ മാസം ഈ സബ് കോൺട്രാക്ടർ ഏത് വർക്കാണ് ചെയ്തത്. കഴിഞ്ഞ മാസം വർക്കൊന്നും ചെയ്തിട്ടില്ല, കാര്യം പുതിയ സബ് കോൺട്രാക്ടറാണ്.
ഈ മാസം ഇപ്പോൾ എന്തൊക്കെയാണ് ചെയ്തത്? 2 ഐറ്റം ചെയ്തിട്ടുണ്ട്. എന്ത്? ജനറൽ വാൾ പെയിൻറ് ഇത്ര ക്വാണ്ടിറ്റി ചെയ്തിട്ടുണ്ട്, സ്പ്രേ പ്ലാസ്റ്റർ ഇത്ര ക്വാണ്ടിറ്റി ചെയ്തിട്ടുണ്ട്. ശരിയല്ലേ? സോ നിങ്ങളിവിടെ ഫോർമുല യൂസ് ചെയ്തേക്കുന്നത് ശ്രദ്ധിച്ചേ. ടോട്ടൽ നമ്മളെപ്പോഴും ക്യുമുലേറ്റീവ് ഇതുവരെ എത്ര എന്നുള്ള രീതിയിൽ നിന്നാണ് ബാക്കി കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നത്. സോ ഇതുവരെ അവർ ഈ സബ് കോൺട്രാക്ടർ 2878 സ്ക്വയർ മീറ്റർ വാൾ പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പ്രീവിയസ്ലി അവരൊന്നും ചെയ്തിട്ടില്ല. കാര്യം ഫസ്റ്റ് ആദ്യത്തെ മാസത്തെ പേയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് ആണ് ഇത്. സോ ഈ മാസം എത്രയാണ് കണ്ടുപിടിക്കണമെങ്കിൽ ഇതുവരെ എത്ര ചെയ്തു മൈനസ് പ്രീവിയസ്. അങ്ങനെയാണ് ഇവിടെ ഫോർമുല ശ്രദ്ധിക്കുക. ഓക്കെ, സോ ഫോർമുല വെച്ചിട്ട് നമുക്കിവിടെ ഈ മാസത്തെ എത്ര വർക്കായി എന്ന് മനസ്സിലായി. സോ ഈ ക്വാണ്ടിറ്റി ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്വാണ്ടിറ്റി അറിയാം, കറസ്പോണ്ടിങ് റേറ്റ് അറിയാം. ക്വാണ്ടിറ്റി മൾട്ടിപ്ലൈഡ് ബൈ റേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എമൗണ്ട് കിട്ടും. സോ ആ എമൗണ്ട് ആണ് ടു ഡേറ്റും ദിസ് മന്തിൻ്റെ നമുക്ക് കിട്ടും. സോ ഗ്രാൻഡ് ടോട്ടൽ കണ്ടുപിടിക്കണമെങ്കിൽ അതേപോലെ തന്നെ സ്പ്രേ പ്ലാസ്റ്ററും ചെയ്യണം കേട്ടോ. വാൾ പെയിൻറ്റിൻ്റെ ഉണ്ട്, അതേപോലെ തന്നെ സ്പ്രേ പ്ലാസ്റ്ററും ചെയ്ത് കഴിയുമ്പോൾ സ്പ്രേ പ്ലാസ്റ്ററിൻ്റെ എമൗണ്ട് കിട്ടും. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക, സം എടുക്കുക. സം ഫോർമുലയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ സം ഫോർമുല വെച്ചിട്ട് സം എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ എമൗണ്ട് കിട്ടും. ഓക്കെ, സോ അതാണ് ഈ ഒരു വാല്യുവേഷൻ ഷീറ്റ്. വാല്യുവേഷൻ ഷീറ്റ് വൺസ് ഈ എമൗണ്ട് ആയി കഴിയുമ്പോൾ ക്വാണ്ടിറ്റി സർവേയറും പ്രൊജക്ട് മാനേജറും ഈ പേജിൽ സൈൻ ചെയ്യണം. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചത് ഇപ്പോൾ ഈ വാല്യുവേഷൻ ഷീറ്റിൽ വന്ന ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനിയും നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ നിങ്ങൾ ഈ ഷീറ്റിലേക്കൊന്ന് ചെക്ക് ചെയ്താൽ ഇവിടെ ക്വാണ്ടിറ്റി ഉണ്ടല്ലോ. ഈ ക്വാണ്ടിറ്റി എങ്ങനെ കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ ആ ക്വാണ്ടിറ്റിയിലേക്ക് എത്താൻ നമ്മൾ ചെയ്ത കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്ന വർക്കുകൾ ഏതൊക്കെയാണ്? വാൾ പെയിൻറ്റും സ്പ്രേ പ്ലാസ്റ്ററുമാണ്. അപ്പം നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ ഐറ്റംസിനും വേണ്ടിയിട്ടുള്ള ഷീറ്റുകളാണ് ഈ താഴെ കാണിച്ചിരിക്കുന്നത്. സീലിംഗ് പെയിൻറ്റ്, വാൾ പെയിൻറ്റ്, സ്പ്രേ പ്ലാസ്റ്റർ, എക്സ്റ്റേണൽ, അങ്ങനെ ഒരുപാട് ഷീറ്റുകൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇത്തവണ നടന്ന വർക്ക് ഏതിൻ്റെയാണ്? വാൾ പെയിൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വാൾ പെയിൻ്റ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കാം. സോ ഇവിടെ ഈ ഒരു ഷീറ്റിൽ നിന്നാണ് നമുക്ക് അൾട്ടിമേറ്റ് ആയിട്ട് ക്വാണ്ടിറ്റി കിട്ടിയത്. അതെങ്ങനെയാണ്, ഏതൊക്കെ ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത്, അതെല്ലാം ഞാനിവിടെ പറഞ്ഞുതരാം. സോ ഈ ഒരു പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു വില്ല പ്രൊജക്റ്റാണ്. വില്ല പ്രൊജക്റ്റ് ആയതുകൊണ്ടാണ് ക്ലസ്റ്റർ നമ്പറും വില്ല ടൈപ്പും ഒക്കെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനാണെങ്കിൽ, ക്ലസ്റ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു എൻറ്റയർ ഏരിയ കൺസിഡർ ചെയ്താൽ ആ ഏരിയയെ തന്നെ നമ്മളിപ്പം ക്ലസ്റ്ററായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ക്ലസ്റ്റർ എന്നുള്ള വേർഡ് നിങ്ങൾക്കറിയാം. ഇപ്പോൾ ഒരു എൻറ്റയർ ഒരു ജില്ല എടുത്തിട്ട് പഞ്ചായത്ത് ഡിവൈഡ് ചെയ്യുന്ന പോലെ ഒരു എൻറ്റയർ ഏരിയ എടുത്തിട്ട് ആ ഏരിയയിലെ തന്നെ പാർട്ട് ബൈ പാർട്ടായിട്ട് ക്ലസ്റ്റർ. സോ അത് കഴിഞ്ഞിട്ട് വില്ല നമ്പറും ഉണ്ട്, വില്ല ടൈപ്പും ഉണ്ട്. ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് വില്ല ടൈപ്പ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എക്സാമ്പിൾ 100 വില്ലയുണ്ട്. ഓക്കെ, ആ 100 വില്ലയ്ക്കകത്ത് 10 വില്ല ഒരു ടൈപ്പ് ആയിരിക്കും. അതായത് ഒരേ പ്ലാനിൽ ഒരേപോലെ ഇരിക്കുന്ന 10 വില്ല കാണും. ഓക്കെ, ഇപ്പോൾ A1 എന്നുള്ള ടൈപ്പിൽ കുറേ വില്ലാസ് ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ A1 ടൈപ്പിൽ തന്നെ വില്ല നമ്പർ 131ാമത്തെ വില്ല എന്ന് പറയുന്നത് A1 ടൈപ്പാണ്. അതേപോലെ തന്നെ 109ാമത്തേത് A1 ടൈപ്പാണ്, 123ാമത്തേത് A1 ടൈപ്പാണ്. ദാറ്റ് മീൻസ് ഒരേ ടൈപ്പിൽ കുറേ വില്ല കാണും, അനദർ ടൈപ്പിൽ വേറെ കുറേ വില്ല കാണും. അങ്ങനെ അത് പറയാൻ വേണ്ടിയിട്ടാണ് വില്ല നമ്പറും വില്ല ടൈപ്പും പറഞ്ഞിരിക്കുന്നത്. സോ അതിനുശേഷം ക്വാണ്ടിറ്റി. ഈ ക്വാണ്ടിറ്റി നിങ്ങൾ നോക്കുക. ഇപ്പോൾ ഈ A1 ഇതിനൊരു ഷോർട്ട് കട്ടാണ്. A1 എന്ന് പറയുന്ന വില്ലയ്ക്കകത്തെ വോൾ പെയിൻറ്റിൻ്റെ ക്വാണ്ടിറ്റിയാണ് 345.115 മീറ്റർ സ്ക്വയർ ആണ് അവിടെയുള്ള വോൾ പെയിൻറ്റിൻ്റെ ടോട്ടൽ ക്വാണ്ടിറ്റി. A1 എന്ന് പറയുന്ന വില്ല ടൈപ്പിലെ
വാൾ പെയിൻറ്റിൻ്റെ ക്വാണ്ടിറ്റിയാണ്. സോ അതിനു വേണ്ടി ഒരു ഫോർമുല വി ലുക്കപ്പ് എന്ന് പറയുന്ന ഒരു ഫോർമുല ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? എളുപ്പവഴി, നമ്മുടെ ജോലി ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഫോർമുല ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. അതിനുവേണ്ടി ഇവിടെ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. A1ൻ്റെ ക്വാണ്ടിറ്റി, B1ൻ്റെ ക്വാണ്ടിറ്റി, BA എന്ന് പറഞ്ഞിട്ട് കുറേ ടൈപ്പ് ക്വാണ്ടിറ്റി കാണിച്ചിട്ടുണ്ട്. സോ ഓരോന്നിൻ്റെയും ക്വാണ്ടിറ്റി ഇവിടെ A1 ആണ് 345, B1 288 അത് കൊടുത്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇവിടെ A1 എന്ന് ടൈപ്പ് ചെയ്തിട്ട് വി ലുക്കപ്പ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ വി ലുക്കപ്പ് റെഫറൻസ് കൊടുത്തിരിക്കുന്ന അങ്ങോട്ടേക്കാണ്, നേരത്തെ കാണിച്ച ടേബിളിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. സോ അങ്ങനെ ഫോർമുല കൊടുത്തപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കിവിടെ ഇവിടെ ഈ ടേബിളിൽ A1ന് കറസ്പോണ്ടിങ് എത്ര ക്വാണ്ടിറ്റി ആണോ അത് തന്നെ ആയിരിക്കും ഇവിടെ നമ്മൾ A1 എന്ന് ടൈപ്പ് ചെയ്താൽ അതിൻ്റെ കറസ്പോണ്ടിങ് ക്വാണ്ടിറ്റി ഇവിടെ കാണിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അതിന് താഴോട്ട് നമ്മൾ വൺസ് ഇവിടെ ഫോർമുല കൊടുത്തിട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ നമ്മൾ A എന്ന് ടൈപ്പ് ചെയ്താൽ റൈറ്റ് സൈഡിലെ ഈ ചെറിയ ടേബിളിൽ Aക്ക് കറസ്പോണ്ടിങ് എത്രയാണോ ആ ക്വാണ്ടിറ്റി ആയിരിക്കും അവിടെ നമുക്ക് കാണിക്കുന്നത്. കാണിച്ചില്ല 345. ഇപ്പോൾ സപ്പോസ് B1 എന്ന് ടൈപ്പ് ചെയ്താൽ കറസ്പോണ്ടിങ് 288 ഇവിടെ എത്രയാണോ B1ന് കൊടുത്തിരിക്കുന്നത് അതേ സംഭവം തന്നെ ഇപ്പുറത്തേക്ക് ട്രാൻസ്ഫർ ആവും. സോ എളുപ്പ വഴിക്ക് വേണ്ട കാര്യം ഓരോ തവണയും നമുക്ക് B1 ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യേണ്ട. ജസ്റ്റ് ഈ കോളം ഫില്ലായി കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ തന്നെ ഡ്രാഗ് ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ എളുപ്പ വഴിക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ഇവിടെ ആസ് പെർ കോൺട്രാക്റ്റിൽ പറഞ്ഞതുകൊണ്ടാവാം പ്രൈമർ, കാര്യം പെയിൻറ് അടിക്കുമ്പോൾ തന്നെ പല പല ലെയേഴ്സ് ഉണ്ട്. പ്രൈമർ, സ്റ്റെക്കോ 1, സ്റ്റെക്കോ 2, ഇമൾഷൻ 1, ഇമൾഷൻ 2 അങ്ങനെ പല ലെയേഴ്സാണ്. അപ്പോൾ ഓരോ ലെയറും ഇത്ര പെർസെൻറ്റേജ് ആയിട്ട് നമ്മൾ കൺസിഡർ ടോട്ടൽ വർക്കിൻ്റെ ഇത്ര പെർസെൻറ്റേജ് ആയിട്ട് കൺസിഡർ ചെയ്യണം. ഇപ്പോൾ എമൾഷൻ 1 25 ഇവിടെ 50 ആയി, പ്ലസ് 20 70 ആയി, പ്ലസ് 20 90 ആയി, പ്ലസ് 10 100. ഇതെല്ലാ വർക്ക് തീർത്തെങ്കിൽ മാത്രമേ 100 ആവത്തുള്ളൂ. സോ ഇവിടെ കാണിച്ചിരിക്കുന്ന എന്താണ്? A1 എന്ന് പറയുന്ന വില്ലയ്ക്കകത്ത് 331 നമ്പർ വില്ലയ്ക്കകത്ത് ഈ പറഞ്ഞ സബ് കോൺട്രാക്ടർ ഏതൊക്കെ വർക്ക് ചെയ്തു? പ്രൈമർ കഴിഞ്ഞു, സ്റ്റെക്കോ കഴിഞ്ഞു, സ്റ്റെക്കോ 2 കഴിഞ്ഞു. സോ ഇത്രയും മാത്രം വർക്ക് തീർന്നിരിക്കുന്ന സമയം. അതുകൊണ്ടാണ് ഇത് മാത്രമേ ഇവിടെ എൻ്റർ ചെയ്തിട്ടുള്ളൂ. എമൾഷൻ 1, എമൾഷൻ 2 ഇനി പെൻഡിങ് വർക്കാണ്. അതുകൊണ്ടാണ് ടോട്ടലിൻ്റെ 50% മാത്രമേ കംപ്ലീറ്റ് ആയുള്ളൂ എന്ന് നമ്മളിവിടെ പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് 345 കൊടുക്കാൻ പറ്റില്ലല്ലോ. കാര്യം 345 അവർ ചെയ്തിട്ടില്ല. കാര്യം പകുതി വർക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. സോ 345ൻ്റെ പകുതി നമ്മളിവിടെ എടുത്തിട്ടുണ്ട്, 172. പിന്നെ ഇതെങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ഡേറ്റ തന്നെ ആസ് എ ക്വാണ്ടിറ്റി സർവേയർ നമുക്ക് ഡേറ്റ തരുന്നത് സൈറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. മേ ബി സൈറ്റ് എഞ്ചിനീയറോ പ്രൊജക്ട് എഞ്ചിനീയറോ ഒക്കെ ആയിരിക്കും. സോ ഓരോ വില്ലയും എത്ര വർക്ക് തീർന്നു എന്ന് നമുക്ക് സൈറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരോട് ചോദിക്കാം. ഇപ്പോൾ കാര്യം അവരാണ് നേരിട്ട് ഡെയിലി ബേസിൽ ചെക്ക് ചെയ്യുന്ന ആൾക്കാർ. സോ ക്വാണ്ടിറ്റി സർവേയറിന് എല്ലാ ദിവസവും സൈറ്റിൽ പോയി ഇത്രയും വില്ലയുടെ ഡീറ്റെയിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഓരോ ഡേറ്റ നമുക്ക് സൈറ്റിലുള്ളവരോട് ചോദിച്ചിട്ട് വേണം എത്ര വർക്ക് തീർന്നു. അപ്പോൾ അതിൽ അവർ ഒരു ടേബിൾ റിപ്പോർട്ട് തരും. റിപ്പോർട്ട് തരുന്ന സമയത്ത് അത് പ്രോപ്പറായിട്ട് റിസീവ് ചെയ്ത് നമുക്കും പ്രൂഫ് വേണം. ക്വാണ്ടിറ്റി സർവേയറിൻ്റെ കയ്യിൽ എപ്പോഴും പ്രൂഫ് വേണം. ഫ്യൂച്ചറിൽ ആരെങ്കിലും ചോദിച്ചാൽ എന്തിനാ ഇത്രയും പൈസ റിലീസ് ചെയ്തതെന്ന് ചോദിച്ചാൽ നമുക്ക് ആസ് എ ക്വാണ്ടിറ്റി സർവേയർ കാണിക്കാനുണ്ടാവണം, ഒരു പ്രൂഫ് ഉണ്ടാവണം. എന്ത്? സൈറ്റിലുള്ള ആൾക്കാർ ഈ സമയത്ത് ഇത്ര വർക്ക് തീർന്നു എന്ന് പറഞ്ഞ് ഒരു പേപ്പർ തന്നിരുന്നു, അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പേയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് പ്രിപ്പയർ ചെയ്തത് എന്നുള്ളത് മനസ്സിലാക്കണം. സോ അത് മറ്റുള്ളവരാൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മുടെ പ്രൂഫ് ഉണ്ടാവണം. സോ അതാണ് ഉദ്ദേശിച്ചത്. സോ ആ രീതിക്ക് 50% ആണ് ഓരോ വില്ലയിലും കഴിഞ്ഞിരിക്കുന്നത്. സോ അതെല്ലാം കൂടെ ആഡ് ചെയ്തപ്പോൾ ടോട്ടൽ എത്ര മീറ്റർ സ്ക്വയർ ആണ്? 2878 അല്ലേ? സോ ഈ 2878 ആണ് എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആകുന്നത്? ഈ വാല്യുവേഷൻ ഷീറ്റിലേക്ക് ട്രാൻസ്ഫർ ആയത്. എവിടേക്കാണ് ഈ ലിങ്ക് എങ്ങനെയാണ് കൊടുക്കുന്നത്? ഇവിടെ ക്യുമുലേറ്റീവിൽ വേണം എപ്പോഴും ലിങ്ക് കൊടുക്കാൻ. അത് ലിങ്ക് കൊടുക്കുന്നത് ഈക്വൽ ടു അടിക്കുക, ഈക്വൽ ടു അടിച്ചിട്ട് വാൾ പെയിൻറ്റിൽ പോവുക, 2878ലേക്ക് ക്ലിക്ക് ചെയ്യുക, എൻ്റർ അടിക്കുക.
വന്നില്ല 2878 എന്ന് പറഞ്ഞിട്ട് വാല്യൂ ഇവിടെ വരും. ഇവിടുത്തെ ഫോർമുല എന്തായിരുന്നു? ഇവിടുത്തെ ഫോർമുല എന്ന് പറഞ്ഞാൽ ഡിഫറൻസ്. ഈ മാസത്തെ ക്വാണ്ടിറ്റി എടുക്കണമെങ്കിൽ അപ് ടു ഡേറ്റ് എത്ര ചെയ്തു, പ്രീവിയസ് എത്ര ചെയ്തു, തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്, അതിൽ നിന്ന് നമുക്ക് ഈ മാസത്തെ ക്വാണ്ടിറ്റി കിട്ടും. ഓക്കെ, അപ്പോൾ ഇതേ രീതിയിൽ വോൾ പെയിൻറ്റിൻ്റെയാണ് ഇപ്പോൾ കണ്ടത്. വെറ്റ് ഏരിയയിലൊന്നും ആ ഒരു വർക്ക് കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് ഇവിടെ 0 ആക്കി ഇട്ടിരിക്കുന്നത്. വെറ്റ് ഏരിയയുടെ ടോട്ടൽ ക്വാണ്ടിറ്റി ഇവിടെ കാണിച്ചിട്ടുണ്ട്, അതിൻ്റെ സ്പ്ലിറ്റപ്പ് കാണിച്ചിട്ടുണ്ട്. സോ അതിൻ്റെ എല്ലാം കഴിഞ്ഞിരിക്കുന്നത് 0% ആണ് അല്ലേ. സോ അവിടെ വർക്ക് നടന്നിട്ടില്ല. അതേപോലെ സീലിംഗ് പെയിൻറ്റ് എല്ലാം 0 ആണ് കാണിച്ചിരിക്കുന്നത്, വർക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നെ നടന്നിരിക്കുന്നത് സ്പ്രേ പെയിൻ്റ് ആണ്. സ്പ്രേ പെയിൻറ്റിൻ്റെ ജസ്റ്റ് നോക്കാം, സ്പ്രേ പ്ലാസ്റ്ററിൻ്റെ A1-ന് ഇത്ര ക്വാണ്ടിറ്റി, B1-ന് ഇത്ര ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞ് സൈഡിൽ നമ്മളൊരു ടേബിൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. സോ അതിൽ നിന്ന് ബേസ് ചെയ്തിട്ട് വി ലുക്കപ്പ് ഫോർമുല ഉപയോഗിക്കുക. ഇവിടെ കാണിക്കുക, വി ലുക്കപ്പ് വെച്ചിട്ട് ഇപ്പം നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ എങ്ങനെയാണ്, ആദ്യം ഈ ടേബിൾ ഈ കോളം ഫില്ല് ചെയ്യും, അതിനുശേഷം വില്ല ടൈപ്പ് എൻ്റർ ചെയ്യും, എന്നിട്ടാണ് വി ലുക്കപ്പ് എന്ന് പറഞ്ഞിട്ട് ഫോർമുല എൻ്റർ ചെയ്യുമ്പോൾ A1-ൻ്റെ കറസ്പോണ്ടിങ് ക്വാണ്ടിറ്റി നമുക്കിവിടെ കിട്ടും. ഇത് നോക്കുക, ഇപ്പം ഈ ലുക്കപ്പ് ക്ലിക്ക് ചെയ്താൽ നേരെ ഇവിടേക്കാണ് ആ ലിങ്ക് പോയിരിക്കുന്നത് അല്ലേ. A1-ൻ്റെ ക്വാണ്ടിറ്റി എത്രയാണോ അതായിരിക്കും നമുക്ക് ഈ സെല്ലിൽ കിട്ടുന്നത്. സോ അത് കഴിഞ്ഞ് B1 ആയപ്പോൾ 91.35, അതും ഈ ടേബിളിൽ നിന്ന് നമുക്ക് B1 B അതിൻ്റെ എല്ലാം ക്വാണ്ടിറ്റി നമുക്ക് കിട്ടും. സോ ഇതിൻ്റെ എല്ലാം സ്പ്രേ പ്ലാസ്റ്ററിൻ്റെ എല്ലാം നമുക്ക് സ്പ്ലിറ്റപ്പ് കാണിച്ചിട്ടുണ്ട്. ഇതെല്ലാം കോൺട്രാക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്, എഗ്രിമെൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നിലവിൽ നമ്മൾ ഈ പറഞ്ഞ സമയം വരെ നമുക്ക് എന്താണ് 45% മാത്രമാണ്, ടോട്ടൽ ക്വാണ്ടിറ്റിയുടെ 45% മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. എമൽഷൻ 1 എമൽഷൻ 2 ആഡ് ചെയ്യാനുണ്ട്. സോ അതുകൊണ്ട് തന്നെ 45% കഴിഞ്ഞിട്ടുള്ളൂ. സോ അത് നമ്മളിവിടെ ക്വാണ്ടിറ്റി കണ്ടുപിടിച്ച് ടോട്ടൽ ചെയ്തു. ടോട്ടൽ ക്വാണ്ടിറ്റി ചെയ്തിട്ടാണ് ഈ വാല്യൂ ആണ് നമ്മൾ എവിടേക്ക് ലിങ്ക് കൊടുക്കുന്നത്, വാല്യുവേഷൻ ഷീറ്റിലേക്ക് ലിങ്ക് കൊടുക്കുന്നത്. അത് എവിടെ കൊടുക്കണം, ക്യുമുലേറ്റീവിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ആ രീതിക്ക് എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ ചെയ്യണം. പിന്നെ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, ബൗണ്ടറി വോൾ വരുന്ന സമയത്ത് എപ്പോഴും അറിയാം, ബൗണ്ടറി വോളിൻ്റെ ക്വാണ്ടിറ്റി ഇതേപോലെ തന്നെ ഒരു പ്രൊജക്റ്റ് എടുത്താൽ ബൗണ്ടറി വോളിൻ്റെ സെപ്പറേറ്റ് ക്വാണ്ടിറ്റി എടുക്കണം. സോ അതിൻ്റെ ക്വാണ്ടിറ്റി സെപ്പറേറ്റ് കാണിക്കണം. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, ഇപ്പോൾ വോൾ പെയിൻ്റ് എടുത്തു, ഈ ക്ലസ്റ്റർ ടൈപ്പ് നിങ്ങൾ നോക്കി, ഒരുപാട് വില്ലയുണ്ട്. വില്ല നമ്പർ നോക്കി, ഒരുപാട് വില്ലയുണ്ട്. ഈ വില്ലയ്ക്കകത്തുനിന്ന് ഓരോന്നും ഏത് ടൈപ്പാണ് എന്ന് പറയുന്ന ഒരു ഷീറ്റാണ്, ഒരു എക്സൽ ഷീറ്റാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സപ്പോസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സപ്പോസ് ഇപ്പോൾ സൈറ്റിലെ എൻജിനീയർ വന്ന് പറയും 124 നമ്പർ വില്ലയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയാം. അപ്പോൾ സോ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും 124ാമത്തെ നമ്പർ. ആ 124ാമത്തെ നമ്പർ ഏത് ടൈപ്പ് വില്ലയാണ്, വില്ല ടൈപ്പ് ഏതാണ് എന്നറിയാൻ കുറേ വഴികളുണ്ട്. ഒന്നുകിൽ മറ്റേ ഈ എൻഡിലത്തെ ഷീറ്റിൽ പോയി ഇതിനകത്തുനിന്ന് 124 കണ്ടുപിടിക്കുക അല്ലേ. അതിലും എളുപ്പ വഴിയാണ് വീണ്ടും നമ്മളിവിടെ എന്താ ചെയ്തിരിക്കുന്നത്, വി ലുക്കപ്പ് എന്ന് പറയുന്ന ഒരു ഫോർമുല വീണ്ടും നമ്മൾ എടുത്തിരിക്കുക. 124-ന് കറസ്പോണ്ടിങ് എന്താണ് ചെയ്തിരിക്കുന്നത്, ഈ എൻഡിലത്തെ ഷീറ്റിൽ B1 ഈ 124 ഇതിന് എവിടെയാണോ അതിൻ്റെ അടുത്ത കോളത്തിലെ ഡേറ്റ നമുക്ക് ഇങ്ങോട്ടേക്ക് എക്സ്ട്രാക്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് വി ലുക്കപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സോ വി ലുക്കപ്പ് ഇത്രയേ ഉള്ളൂ. എവിടെയെങ്കിലും കിടക്കുന്ന കുറേ ഡേറ്റയിൽ നിന്ന് നമ്മുടെ കൺസിഡർ ചെയ്യുന്ന സെല്ലിലേക്ക് ഒരു ഡേറ്റ എക്സ്ട്രാക്ട് ചെയ്യണമെങ്കിൽ വി ലുക്കപ്പ് ഫോർമുല നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, സോ ആ രീതിക്ക് ഇനിയിപ്പോൾ ഏത് വില്ല ടൈപ്പ് എഴുതിയാലും അതിൻ്റെ കറസ്പോണ്ടിങ് വൺസ് നമ്മളിവിടെ ആദ്യം വി ലുക്കപ്പ് ഫോർമുല കൊടുത്തു കഴിഞ്ഞിട്ട് ഡ്രാഗ് ചെയ്ത് കഴിയുമ്പോൾ ഏത് വില്ല നമ്പർ നമ്മളിവിടെ എഴുതിയാലും ആ കറസ്പോണ്ടിങ് വില്ല ടൈപ്പ് ഇവിടെ എഴുതി വരും. പക്ഷെ ശ്രദ്ധിക്കേണ്ടത്, ഈ ഷീറ്റിലുള്ള വില്ല നമ്പർ ടൈപ്പ് ചെയ്താൽ മാത്രമേ കറസ്പോണ്ടിങ് വില്ല ടൈപ്പ് കാണിക്കത്തുള്ളൂ. ഇതിലില്ലാത്ത ഒരു നമ്പർ എഴുതി കഴിഞ്ഞാൽ അവിടെ പ്രത്യേകിച്ച് റിസൾട്ട് ഒന്നും വരത്തില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക്
അപ്പോൾ ഈ രീതിയിൽ ഓരോ കാര്യങ്ങളും ഓരോ ഐറ്റംസ്, ഇതിപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ കാര്യം മാത്രമാണ് പറഞ്ഞത്. രണ്ട് എക്സാമ്പിളും കൂടെ നോക്കാം. ഇതേപോലെ വേറെ രണ്ട് ടൈലിൻ്റെയും കുറച്ച് വർക്ക്സ് കൂടെ നോക്കാം. ഇതേ രീതിയിൽ തന്നെയാണ് ബാക്കി എല്ലാ വർക്കും പോകുന്നത്. മെയിനായിട്ട് ഫസ്റ്റ് പേജ് വാല്യുവേഷൻ ഷീറ്റ്. ഫസ്റ്റ് പേജ് എങ്ങനെയാണ് വരുന്നത് നോക്കുക. വാല്യുവേഷൻ ഷീറ്റ് നോക്കുക. വാല്യുവേഷൻ ഷീറ്റിനെ ബേസ് ചെയ്തിട്ട് എവിടെ നിന്നാണ് വാല്യുവേഷൻ ഷീറ്റിൽ നിന്ന് ഡേറ്റ കിട്ടുന്നത്, അതിനുവേണ്ടി നമ്മൾ ഓരോ സെപ്പറേറ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. അതിന് വലിയ വലിയ ഫോർമുലാസ് ഒന്നുമില്ല. വി ലുക്കപ്പ്, സമ്മ്, പ്രോഡക്റ്റ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ സിമ്പിളായിട്ട് കാര്യങ്ങൾ വരത്തുള്ളൂ. ഓക്കെ, സോ ഇതിപ്പം പെയിൻറ്റിങ്ങിൻ്റെ കേസായിരുന്നു. നമുക്കിനിയും വേറൊരു ടൈപ്പ് കൂടി ചെക്ക് ചെയ്യാം. സോ നമ്മൾ ഇനിയും ചെക്ക് ചെയ്യാൻ പോകുന്നത് വേറൊരു ഐറ്റം ഓഫ് വർക്കിനെ കുറിച്ചാണ്. ഐറ്റം ഓഫ് വർക്കിൻ്റെ സബ് കോൺട്രാക്ടർ പേയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യും എന്നുള്ളത് നോക്കാം. ആദ്യം നമ്മൾ ഇതിന് മുമ്പ് പെയിൻറ്റിങ് റിലേറ്റഡ് ഒരു പേയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് ആണ് ചെക്ക് ചെയ്തത്. ഇതിന് ശേഷം ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫോൾ സീലിംഗ്. ഞാൻ എന്തുകൊണ്ടാണ് പെയിൻറ്റിങ്, ഫോൾ സീലിംഗ് എന്നൊക്കെ ഇപ്പോൾ സ്ട്രെസ് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇതിന് മുമ്പ് ക്വാണ്ടിറ്റി ടേക്ക് ഓഫിൽ നമ്മൾ കൂടുതൽ സ്ട്രെസ് കൊടുത്തത് ബ്ലോക്ക് വർക്ക്, പ്ലാസ്റ്ററിങ്, അങ്ങനെ മെയിൻ വർക്ക്. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഫിനിഷിംഗ് സ്റ്റേജിലേക്ക് വരുമ്പോൾ ഉള്ള വർക്കാണ് ഫോൾ സീലിംഗ്. സോ അതിൻ്റെ ക്വാണ്ടിറ്റി ടേക്ക് ഓഫിനെ പറ്റി ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നില്ല. പക്ഷേ ഈ കേസിൽ പേയ്മെൻറ്റ് സർട്ടിഫിക്കറ്റിൻ്റെ കേസിൽ നമ്മൾ ഫോൾ സീലിങ്ങിനെ കുറിച്ച് പറയാം. സോ ഫോൾ സീലിങ്ങിൻ്റെ ക്വാണ്ടിറ്റി ടേക്ക് ഓഫിനെ കുറിച്ചും ആ സമയത്ത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, സോ ഇതിൻ്റെ ഫസ്റ്റ് പേജ് ചെക്ക് ചെയ്യാം. ഇതിന് മുമ്പ് കണ്ട രീതി തന്നെയാണ്. ടേബിളും കണ്ടൻസ് എല്ലാം ഏകദേശം സെയിം തന്നെയാണ്. കോൺട്രാക്ട് പ്രൈസ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, സോ മേജർ ചേഞ്ചസ് ഇല്ല. പക്ഷേ ഇവിടേക്ക് വരുമ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യണം, ഇതിന് മുമ്പ് പെയിൻറ്റിങ്ങിൻ്റെ പേയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് പ്രിപ്പയർ ചെയ്തപ്പോൾ പേയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് നമ്പർ 1 ആയിരുന്നു, ആദ്യത്തെ പേയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് ആയിരുന്നു. പക്ഷേ ഈ കേസിൽ ചെക്ക് ചെയ്താൽ പേയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് നമ്പർ 5 ആണ്. അതായത് ഇതിന് മുമ്പ് നമ്മളിപ്പോൾ അറ്റ് ദ മൊമെൻറ്റ് നമ്മളിപ്പോൾ പേയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് 5 ആണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ഇതിന് മുമ്പിലേക്ക് പുറകോട്ട്, മുമ്പിലേക്കല്ല, പുറകിൽ 4 സർട്ടിഫിക്കറ്റ് ഓൾറെഡി ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഓഗസ്റ്റ് മാസം വരെയുള്ള വർക്കാണ് നമ്മളിപ്പോൾ സെപ്റ്റംബർ ആയതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് മാസം എൻഡ് വരെയുള്ള വർക്കിൻ്റെ സർട്ടിഫിക്കറ്റ് ആയിരിക്കും ഏകദേശം നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നത്. സോ ഓഗസ്റ്റ് മാസം എൻഡിലേക്കുള്ള പേയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് ഇതാണ്. അപ്പം ജൂലൈ, ജൂൺ, മെയ്, അങ്ങനെ പുറകോട്ട് ഒരു 4 എണ്ണം കൂടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് എന്നാണ് ഈ പേയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് നമ്പർ 5 എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് വരേണ്ടത്. സോ ഇതിന് മുമ്പ് വർക്ക് നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ജസ്റ്റ് നോക്കിയേ, പേയ്മെൻറ്റ് സർട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ്. സോ ഈ കേസിൽ ഞാൻ നേരത്തെ പറഞ്ഞു, എപ്പോഴും ക്യുമുലേറ്റീവിലേക്കാണ് നമ്മൾ ഏതൊരു പേയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് എടുത്താലും ക്യുമുലേറ്റീവ് ആണ് നമ്മൾ അറ്റ് ദ മൊമെൻറ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ക്യുമുലേറ്റീവ് അറിയാം, പ്രീവിയസ് അറിയാം, രണ്ടും വെച്ചിട്ട് ഈ മാസത്തെ എത്ര വർക്ക് നടന്നു എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, സോ ക്യുമുലേറ്റീവ് വർക്ക് ഡൺ ഇവിടെ വന്നിരിക്കുന്നത് ഒരു പർട്ടിക്കുലർ എമൗണ്ട് വന്നിട്ടുണ്ട്. പ്രീവിയസ് എമൗണ്ട് ഒരു പർട്ടിക്കുലർ എമൗണ്ട് തന്നിട്ടുണ്ട്. സോ അത് തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും ഈ മാസത്തെ ഇഷ്യൂ ചെയ്യുന്ന എമൗണ്ട്. ശ്രദ്ധിക്കണം, കഴിഞ്ഞ മാസത്തെ ക്യുമുലേറ്റീവ് ആണ് ഈ മാസത്തെ പ്രീവിയസ്. എന്നൂടെ പറയാം, കഴിഞ്ഞ മാസത്തെ ഉദ്ദേശിച്ച് കഴിഞ്ഞ പേയ്മെൻറ്റ് സർട്ടിഫിക്കറ്റിലെ ക്യുമുലേറ്റീവ് കോളത്തിൽ എഴുതിയ എമൗണ്ട് ആണ് ഈ മാസത്തെ പ്രീവിയസ് എമൗണ്ട്. ഇപ്പോൾ അടുത്ത പേയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുമ്പോൾ ഈ 604,000. ഓക്കെ, സോ അത്രയും എമൗണ്ട്, ആ എമൗണ്ട് ആയിരിക്കും അടുത്ത പേയ്മെൻറ്റ് സർട്ടിഫിക്കറ്റിൽ പ്രീവിയസ് വരുന്നത്. ആ സമയത്ത് അടുത്ത പേയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് ആകുമ്പോൾ ക്യുമുലേറ്റീവ് കുറച്ചുകൂടെ കൂടും. എന്തുകൊണ്ട്? കുറച്ചുകൂടി വർക്ക് മുമ്പോട്ട് നടക്കുമ്പോൾ ക്യുമുലേറ്റീവ് കുറച്ചുകൂടെ കൂടുതലാവും. അപ്പോൾ ഈ എമൗണ്ട് അടുത്ത പേയ്മെൻറ്റ് സർട്ടിഫിക്കറ്റിൽ പ്രീവിയസ് ആവും. സോ ആ രീതിക്കാണ് പോകുന്നത്. ഓക്കെ, സോ ഇവിടെ ചെക്ക് ചെയ്യാം, റിട്ടൻഷൻ എമൗണ്ട് പ്രീവിയസ് ഉണ്ട്. റിട്ടൻഷൻ എമൗണ്ട് എന്താണെന്ന് 10% ഞാൻ നേരത്തെ പറഞ്ഞു. കഴിഞ്ഞ ഇതുവരെയുള്ള ക്യുമുലേറ്റീവ് 60% ആണ്. ഇത്രയേ ഉള്ളൂ. ഇതുവരെ നടന്ന ക്യുമുലേറ്റീവിൻ്റെ 10% ആണ് ഇവിടെ റിട്ടൻഷൻ വന്നത്. ഓക്കെ, സോ ഡിഡക്ഷൻസും കാര്യങ്ങളും വാറ്റും കാര്യങ്ങളും എല്ലാം കൺസിഡർ ചെയ്തിട്ട് ഫൈനൽ എമൗണ്ടിലേക്ക് നമ്മൾ എത്തുന്നു. ഇനി നിങ്ങളോട് പറയാനുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്.
എന്തുകൊണ്ടാണ് ഞാൻ പല ആവർത്തി നിങ്ങളോട് പറഞ്ഞതായി ക്യുമുലേറ്റീവിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാ പേയ്മെൻറ്റ് റിലീസ് ചെയ്യുന്നത്? എന്തുകൊണ്ടാവാം റീസൺ? സപ്പോസ് ഏതെങ്കിലും ഒരു മിസ്റ്റേക്കോ എററോ എന്തെങ്കിലും വന്നിട്ടുണ്ട്, ഇത് മുമ്പ് ചെയ്ത വർക്കുകൾ എന്തെങ്കിലും നമ്മുടെ കാൽക്കുലേഷൻ മിസ്റ്റേക്കോ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാൻ ഈ ക്യുമുലേറ്റീവ് കൺസിഡർ ചെയ്താൽ പറ്റും. ഏത് നിമിഷം വേണമെങ്കിലും നമുക്ക് ആ മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ മാസത്തെ വർക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതിൽ ഏതെങ്കിലും അഡീഷണൽ കൂടുതലോ കുറവോ എന്തെങ്കിലുമൊക്കെ വന്നിരിക്കട്ടെ. അപ്പോൾ ക്യുമുലേറ്റീവ് ഒരു എമൗണ്ട്, സപ്പോസ് അവർ ഒരു സബ് കോൺട്രാക്ടർ ചെയ്ത വർക്കിനേക്കാൾ കൂടുതൽ നമ്മൾ അറിയാതെ പേ ചെയ്തു പോയി. ഓക്കെ, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ 604 എന്നൊരു എമൗണ്ട് നമുക്ക് ക്യുമുലേറ്റീവ് കിട്ടിയല്ലോ. ഓക്കെ, സോ അത് അത്രയും വർക്ക് ശരിക്കും അവർ ചെയ്തിട്ടില്ല എന്നിരിക്കട്ടെ. അപ്പോൾ സബ് കോൺട്രാക്ടർ തിങ്ക് ചെയ്യുന്ന എന്താണ്? സബ് കോൺട്രാക്ടർ എന്തായാലും ഒരു പർട്ടിക്കുലർ എമൗണ്ട് എക്സ്പെക്ട് ചെയ്യുമല്ലോ. ആ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ കൂടുതലായിരിക്കും അവർക്ക് ഈ മാസം കിട്ടുന്നത്. സോ അത് മെയിൻ കോൺട്രാക്ടറുടെ ഭാഗത്തുനിന്ന് മേ ബി ഒരു കാൽക്കുലേഷൻ മിസ്റ്റേക്ക് വന്നതായിരിക്കാം. അത് പക്ഷേ അടുത്ത പേയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് വരുമ്പോൾ സപ്പോസ് നമ്മൾ ഇത് കണ്ടുപിടിച്ചു, ഇത് ചെക്ക് ചെയ്യുമ്പോഴോ എപ്പോഴെങ്കിലും ഈ ഒരു പ്രശ്നം കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാര്യം ആ അടുത്ത പേയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് വരുമ്പോൾ ഈ കൂടിയ എമൗണ്ട് റിയാലിറ്റിയിൽ നിന്നും കൂടുതലായ എമൗണ്ട് ആണല്ലോ നമ്മൾ ഈ മാസം പേ ചെയ്യുന്നത്. ഓക്കെ, സോ ആ എമൗണ്ട് ആയിരിക്കും അടുത്ത മാസത്തെ പേയ്മെൻറ്റ് സർട്ടിഫിക്കറ്റിൻ്റെ പ്രീവിയസ് എമൗണ്ട്. സോ ആ പ്രീവിയസ് എമൗണ്ടും അടുത്ത മാസത്തെ പ്രീവിയസ് എമൗണ്ടും ആ അടുത്ത മാസത്തെ ക്യുമുലേറ്റീവുടെ ഡിഫറൻസ് ആയിരിക്കും അടുത്ത മാസം നമ്മൾ എന്ത് ചെയ്യുന്നത്? കറണ്ടായിട്ട് കൊടുക്കാൻ പോകുന്നത്. സോ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റും ക്യുമുലേറ്റീവ് രീതിയിൽ മുമ്പോട്ട് പോയാൽ. എല്ലാവർക്കും എനിക്കറിയാം നിങ്ങൾക്കിപ്പോൾ പെട്ടെന്ന് പറയുമ്പോൾ ഒരു ഡൗട്ട് തോന്നാം. ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാണ്. ക്യുമുലേറ്റീവ് ആയിട്ട് രീതിയിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പോകുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് പറഞ്ഞത്. ക്യുമുലേറ്റീവ് രീതിയിൽ പോയാൽ നമുക്ക് എറേഴ്സ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്ന് ഇതുവരെ എത്ര വർക്ക് നടന്നു എന്നുള്ളതാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ മാസം ഇപ്പോൾ നിലവിൽ ചെയ്യുന്ന പേയ്മെൻറ്റ് സർട്ടിഫിക്കറ്റിൽ റിയലായിട്ട് ഒരു സബ് കോൺട്രാക്ടർ ചെയ്ത വർക്കിനേക്കാൾ കൂടുതൽ എന്തെങ്കിലും നമ്മുടെ കാൽക്കുലേഷൻ മിസ്റ്റേക്കോ അല്ലെങ്കിൽ ഫോർമുല കൊടുക്കുന്നതിലുള്ള മിസ്റ്റേക്കിലോ എന്തെങ്കിലും ഒരു എറർ സംഭവിച്ചു എന്നിരിക്കട്ടെ. ഒരു തെറ്റായ എമൗണ്ട്, ഈ ആ എമൗണ്ട് റിയൽ ആയിട്ടുള്ള എമൗണ്ടിനേക്കാൾ കൂടുതലാണെങ്കിൽ സബ് കോൺട്രാക്ടർ ഒന്നും മിണ്ടത്തില്ല. കാര്യം സബ് കോൺട്രാക്ടർ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ പൈസ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. സോ അതുകൊണ്ട് സബ് കോൺട്രാക്ടർ മേ ബി ഒന്നും മിണ്ടത്തില്ല. പക്ഷേ സപ്പോസ് നമ്മുടെ മിസ്റ്റേക്ക് കാരണം സബ് കോൺട്രാക്ടർ പ്രതീക്ഷിക്കുന്ന എമൗണ്ടിനേക്കാൾ കുറവാണ് വന്നതെങ്കിൽ സബ് കോൺട്രാക്ടർ നമ്മളോട് ചോദിക്കും, എനിക്ക് ഇത്രയും പൈസ കിട്ടേണ്ടതാണല്ലോ, എന്തുകൊണ്ട് എനിക്ക് തരുന്നില്ല എന്ന് ചോദിക്കാം. അപ്പോൾ നമുക്ക് എറർ അവിടെ വെച്ച് തന്നെ കറക്റ്റ് ചെയ്യാം. പക്ഷേ റിയൽ ആയിട്ടുള്ളതിനേക്കാൾ കൂടുതൽ എമൗണ്ട് ആണ് നമ്മൾ പേയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് ഇടുന്നതെങ്കിൽ ഈ മാസം സബ് കോൺട്രാക്ടർ ഒന്നും മിണ്ടത്തില്ല. കാര്യം എന്താ? അയാൾ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ തുക കിട്ടിയ അയാൾ സാധാരണ രീതിയിൽ മിണ്ടത്തില്ല. മിണ്ടാതെ പൈസ വാങ്ങിച്ചങ്ങ് പോകും. പക്ഷേ പൈസ വാങ്ങിച്ചുകൊണ്ട് പോയാലും അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും നമുക്ക് എറർ മിസ്റ്റേക്ക് മനസ്സിലായാൽ നമുക്കത് കറക്റ്റ് ചെയ്യാൻ നമുക്ക് അവസരമുണ്ട്. എങ്ങനെ? അടുത്ത മാസത്തെ ഇവർ വർക്ക് കണ്ടിന്യൂ ചെയ്യുമ്പോൾ അടുത്ത പേയ്മെൻറ്റ് സർട്ടിഫിക്കറ്റിൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ? കാര്യം അടുത്ത മാസത്തെ പേയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് വരുമ്പോൾ ഈ മാസത്തെ ക്യുമുലേറ്റീവ് ആണ് അടുത്ത പേയ്മെൻറ്റ് സർട്ടിഫിക്കറ്റിലെ പ്രീവിയസ്. ഓക്കെ, അപ്പോൾ ശരിക്കും റിയലായിട്ട് അടുത്ത മാസം വരേണ്ട പ്രീവിയസിനെക്കാട്ടിലും കുറച്ചുകൂടി കൂടുതലാണ് നമ്മുടെ മിസ്റ്റേക്ക് പറ്റിയത് കാരണം കുറച്ചുകൂടി കൂടുതലാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ അടുത്ത മാസത്തെ പേയ്മെൻറ്റ് സർട്ടിഫിക്കറ്റിൽ എന്ത് പറ്റും? ആ ഒരു മിസ്റ്റേക്ക് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. സ്റ്റിൽ ഒരു പ്രശ്നം ഇവിടെ സംഭവിക്കുക. എങ്ങനെയാണ്? ഈ മാസത്തെ പേയ്മെൻറ്റ് സർട്ടിഫിക്കറ്റിൽ പൈസ റിയൽ ആയിട്ടുള്ളതിലും കൂടുതലാണ് നമ്മൾ സബ് കോൺട്രാക്ടർക്ക് കൊടുക്കുന്നതെന്ന് ഇരിക്കട്ടെ. അത് അവർക്ക് മനസ്സിലായി. പക്ഷേ അവരത് മിണ്ടാതെ പോവുകയും ചെയ്തു. എന്നിട്ട് അവർ പണി നിർത്തിയിട്ട് പോയി കഴിഞ്ഞാൽ മേ ബി നമുക്കൊരു പ്രശ്നം വരാം. കാര്യം കറക്റ്റ് ചെയ്യാൻ അടുത്ത പേയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് ഇല്ല. ഒരു വർക്ക് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് പോവുകയാണെങ്കിലോ ലാസ്റ്റ് പേയ്മെൻറ്റ് സർട്ടിഫിക്കറ്റിലാണ് ഈ പ്രശ്നം വരുന്നതെങ്കിലോ
പ്രശ്നം, ഐ മീൻ നമുക്ക് കറക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. എന്ന് വെച്ചാൽ പേയ്മെൻറ്റ് സർട്ടിഫിക്കറ്റിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് പോസിബിൾ അല്ല. മറിച്ച് ഇടയ്ക്ക് വെച്ചിട്ടൊക്കെ എന്തെങ്കിലും മൈനർ കറക്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കത് അപ്കമിങ് പേയ്മെൻറ്റ് സർട്ടിഫിക്കറ്റിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ ഒരു പ്രാക്ടിക്കൽ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തത് മാത്രം. ഭാവിയിൽ നിങ്ങൾ ആർക്കെങ്കിലും ഒക്കെ ഇതുപോലെ സിറ്റുവേഷൻസ് വരാം, സോ അതുകൊണ്ട് പറഞ്ഞതാണ്. ഓക്കെ, സോ ഇവിടെ വാല്യുവേഷൻ കോളം അതേപോലെ തന്നെയാണ്. കഴിഞ്ഞ തവണ നമ്മൾ പെയിൻറ്റിങ്ങിൻ്റെ കേസ് പറഞ്ഞ സിറ്റുവേഷൻ പോലെ തന്നെയാണ്. ഓരോ ഐറ്റംസ്, ഡ്രൈ ഏരിയ, വെറ്റ് ഏരിയ. ഇപ്പം നിങ്ങൾ ചെക്ക് ചെയ്താൽ മനസ്സിലാവും, വെറ്റ് ഏരിയയിൽ റേറ്റ് കൂടുതലാണ്, കാര്യം അത് മോയ്സ്ചർ റെസിസ്റ്റൻറ്റ് പ്ലാസ്റ്റർ ബോർഡാണ്. എന്താണ് ബൾക്ക് ഹെഡ്? ആർക്കെങ്കിലും ഐഡിയ ഉണ്ടോ? ബൾക്ക് ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബൾക്ക് ഹെഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഫോൾ സീലിംഗ്, നമുക്കിപ്പോൾ ഫോൾ സീലിംഗ് എന്താണെന്നറിയാലോ. ചിലപ്പോൾ ഫോൾ സീലിംഗ് ഫ്ലാറ്റായിട്ട് വന്ന് ഒരു വെർട്ടിക്കൽ പോർഷൻ കാണും. അതായത് ഫോൾ സീലിംഗ് നമ്മളിപ്പോൾ താഴെ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ ഫോൾ സീലിംഗ് ഇങ്ങനെ ഒരു സർഫസ് അല്ലേ. സോ ആ ഫോൾ സീലിംഗ് വന്നിട്ട് വെർട്ടിക്കലായിട്ട് നമ്മുടെ കോൺക്രീറ്റിലോട്ട് അറ്റാച്ച് ചെയ്യുന്ന ഒരു പോർഷൻ ഉണ്ട്, വെർട്ടിക്കൽ പോർഷൻ. സോ അതാണ് ബൾക്ക് ഹെഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ബൾക്ക് ഹെഡിൻ്റെ യൂണിറ്റ് പല ടൈപ്പ് ബൾക്ക് ഹെഡ് കാണിച്ചിട്ടുണ്ട്. 200 mm, 370 mm. അതിൻ്റെയൊക്കെ യൂണിറ്റ് ശ്രദ്ധിക്കുക. ലെങ്ത്, ഐ മീൻ മീറ്ററിലാണ്. സോ മീറ്ററിലായതുകൊണ്ട് തന്നെ, മീറ്റർ സ്ക്വയറിലല്ല, ലീനിയർ മീറ്ററാണ്. സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ റേറ്റ് ഡിഫറെൻ്റ് ആണ്. സോ ആ ക്വാണ്ടിറ്റി മീറ്ററിലായിരിക്കും അവിടെ മെൻഷൻ ചെയ്യുന്നത്. സോ അങ്ങനെ കോൺട്രാക്ട് എമൗണ്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക, കഴിഞ്ഞ പേയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് നമ്പർ 4 ഇപ്പം നോക്കിക്കേ, ക്വാണ്ടിറ്റി പ്രീവിയസ് ഉണ്ട്, ദിസ് മന്ത് ഉണ്ട്, ടു ഡേറ്റ് ഉണ്ട്. കഴിഞ്ഞ പേയ്മെൻറ്റ് സർട്ടിഫിക്കറ്റിലെ ടു ഡേറ്റ് കോളത്തിൽ എഴുതിയ എമൗണ്ട് ആണ് ഈ പേയ്മെൻറ്റ് സർട്ടിഫിക്കറ്റിലെ പ്രീവിയസ് എമൗണ്ട്. ഓക്കെ, ഇനി അപ്കമിങ് പേയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് നമ്പർ 5 വരുമ്പോഴത്തേക്ക് എന്ത് പറ്റും? ഈ ടു ഡേറ്റ്, ഈ പേയ്മെൻറ്റ് സർട്ടിഫിക്കറ്റിലെ ടു ഡേറ്റ് ക്വാണ്ടിറ്റി ആയിരിക്കും അടുത്ത പേയ്മെൻറ്റ് സർട്ടിഫിക്കറ്റിലെ പ്രീവിയസ് എമൗണ്ട്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സോ ആ രീതിക്ക് ഈ മാസത്തെ ക്വാണ്ടിറ്റി നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ? ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും ഈ മാസത്തെ അവരുടെ വർക്കിൻ്റെ ക്വാണ്ടിറ്റി. അവർ വർക്ക് ചെയ്ത ക്വാണ്ടിറ്റി ഇത്രയായിരിക്കും. സോ ഈ രീതിയിൽ എല്ലാ ഐറ്റംസിൻ്റെയും നമുക്ക് ക്വാണ്ടിറ്റി എടുക്കാം. അപ്പോൾ ഇനിയും നേരത്തെ പറഞ്ഞിരുന്നു, ഈ വാല്യുവേഷൻ കോളത്തിൽ ഈ ക്വാണ്ടിറ്റി കിട്ടണമെങ്കിൽ അതിനു വേണ്ടി ഓരോ ഐറ്റത്തിനും സെപ്പറേറ്റ് ഷീറ്റ് ഇവിടെ ഉണ്ട്. ശ്രദ്ധിക്കുക, ഡ്രൈ ഏരിയ, വെറ്റ് ഏരിയ, ജിപ്സം ബോർഡിൻ്റെ സെയിം ഫോമുല വി ലുക്കപ്പ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വി ലുക്കപ്പ് ഫോമുല ഉപയോഗിക്കുന്നു. വില്ല നമ്പർ 215 എന്ന് പറയുന്നത് C1 വില്ല ടൈപ്പാണ്. സോ അതിനുശേഷം ക്വാണ്ടിറ്റി 43 C1 എന്ന് വന്ന സ്ഥിതിക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് വി ലുക്കപ്പ് വെച്ചിട്ട് 43 ഇവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്. C1 43.57. ഇതതിൻ്റെ സ്പ്ലിറ്റപ്പ് ആണ്. കോൺട്രാക്റ്റിൽ മെൻഷൻ ചെയ്തിരിക്കും. ഓരോ ഐറ്റംസ് ഓഫ് വർക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിൻ്റെ എത്ര വർക്ക് തീർന്നു. ഇപ്പോൾ ചിലതൊക്കെ 100% ആയി, 215 100% ആയി. താഴേക്ക് വരുമ്പോൾ ചിലത് 95% ആയിട്ടുള്ളൂ. ഇതെല്ലാം പ്രോഗ്രസ് തരുന്നത് സൈറ്റിലുള്ള ആൾക്കാരാണ്. എത്ര വർക്ക്, മൊമെന്റ് ഓഫ് ടൈം, എത്ര വർക്ക് തീർന്നു എന്നുള്ളത് സൈറ്റിൽ നിന്ന് കിട്ടും. അതേപോലെ വെറ്റ് ഏരിയയുടെ വർക്ക് അല്ലെങ്കിൽ ബൾക്ക് ഹെഡ് ഓരോന്നിൻ്റെയും വർക്ക് ഇതേപോലെ എടുത്തിട്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡ്രൈ ഏരിയ ടോട്ടൽ വർക്ക് എൻഡ് നമുക്കറിയാം, ടോട്ടൽ ജിപ്സം ബോർഡ് എത്ര വർക്ക് നടന്നു എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ വാല്യൂ ആയിരിക്കും വാല്യുവേഷൻ ഷീറ്റിലേക്ക് ലിങ്ക് ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ, 4051. ഓക്കെ, അപ്പോൾ ഇതേ രീതിയിൽ എന്ത് ചെയ്യും, നമുക്ക് ഓരോ ഐറ്റത്തിൻ്റെയും ഡേറ്റ ഇതേപോലെ നമുക്ക് ലിങ്ക് ചെയ്ത് കൊടുക്കാം. സോ ആ ലിങ്കിൽ നിന്ന് നമുക്ക് ഈ മാസത്തെ ക്വാണ്ടിറ്റി എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കാം. സോ ഈ രീതിയിൽ തന്നെ നമുക്ക് ബാക്കി എല്ലാ ഐറ്റംസ് ഓഫ് വർക്കിൻ്റെയും കണ്ടുപിടിക്കാൻ പറ്റും. ഏകദേശം ഒരു രീതിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇതിൻ്റെ വേരിയേഷൻസ് ഉണ്ടാവാം. നിങ്ങൾ വൺസ് ജോലിയിൽ കയറി കഴിയുമ്പോൾ ഇത് നിങ്ങളൊരു ബേസ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് നാളെ എപ്പോഴെങ്കിലും പേയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് ഏതെങ്കിലും കാണുമ്പോൾ ഫസ്റ്റ് ടൈം കാണുന്ന ഫീൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കാണിച്ചു തന്നത്. പിന്നീട് മനസ്സിലാക്കേണ്ടത്, ഫോർമാറ്റുകൾ മാറാം, കമ്പനി അനുസരിച്ചിട്ട് ഇതിൻ്റെ ഫ്രണ്ട് പേജിൻ്റെ രീതി മാറാം. പക്ഷേ
നിങ്ങൾ ഫസ്റ്റ് ടൈം ഈ ഡേറ്റയൊക്കെ കാണുന്ന സമയത്ത് ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇത് എക്സൽ വെച്ചിട്ടുള്ള ടേക്ക് ഓഫ് രീതിയാണ്, പേയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് രീതിയാണ്. ഇനി അതല്ല സോഫ്റ്റ്വെയർ റിലേറ്റഡ് ഉണ്ട്, ഇത് കമ്പനി ബേസ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഫോൾ സീലിങ്ങിൻ്റെ ആയിരുന്നു, എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇപ്പം നിങ്ങളിവിടെ ശ്രദ്ധിക്കണം, ഒരു കാര്യം കൂടി പറയാം. ബൾക്ക് ഹെഡ് റണ്ണിങ് മീറ്ററിലാണ്. ഇവിടെ യൂണിറ്റ് നമ്പേഴ്സിൽ വന്നിട്ടുണ്ട് ചില കാര്യങ്ങൾ. ആക്സസ് പാനൽ എന്താണ്? നമ്മുടെ നാട്ടിലൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ചില കേസിൽ ആക്സസ് പാനൽ എന്ന് പറഞ്ഞാൽ ഫോൾ സീലിങ്ങിലേക്ക് ആക്സസ് ചെയ്യാനുള്ള ഫോൾ സീലിങ്ങിൻ്റെ ടോപ്പിലാണ് എന്ത് നടക്കുന്നത്? ഫോൾ സീലിങ്ങിൻ്റെ ടോപ്പിലാണ് ഈ MEP-യുടെ ഡക്റ്റുകളും വയറുകളും എല്ലാം പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ ആ സമയത്ത് അതിനകത്തുള്ള എന്തെങ്കിലും ഒരു കറക്ഷൻ വരുത്തണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഒരു ആക്സസ് വേണം. സോ ആ ആക്സസിന് വേണ്ടി കൊടുക്കുന്ന ഒരു സ്ക്വയർ ഷേപ്പ് ഒരു കട്ടിംഗ് ആണ് ആക്സസ് പാനൽ. സോ അതിലൂടെ നമുക്ക് അകത്തേക്ക് കയറി ആക്സസ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ അത് പക്ഷേ നമ്പേഴ്സിലാണ് മെൻഷൻ ചെയ്യുന്നത്.